നമസ്കാരം. ഡിബേറ്റ് 360ലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രി കണ്ഠർ രാജീവര് അറസ്റ്റിൽ. തന്ത്രി അറസ്റ്റിലായത് SITയുടെ ചോദ്യം ചെയ്യലിനൊടുവിൽ. കസ്റ്റഡിയിലെടുത്തത് വളരെ രഹസ്യമായിട്ടായിരുന്നു. പോറ്റിക്ക് അവസരമൊരുക്കിയവരിൽ തന്ത്രിയുമുണ്ടെന്ന് SIT നിരീക്ഷണം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കേസെടുത്തു. ECIR രജിസ്റ്റർ ചെയ്തു. സ്വർണ്ണക്കൊള്ളയിൽ മന്ത്രിയും തന്ത്രിയും ഉത്തരവാദികളെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു. ദൈവതുല്യർ ഇനിയുമുണ്ടോ എന്ന വിഷയമാണ് ഇന്ന് ഡിബേറ്റ് 360 പരിശോധിക്കുന്നത്. ഇന്ന് ഈ ചർച്ചയിൽ എന്നോടൊപ്പം UDF പ്രതിനിധി മുൻ മന്ത്രിയുമായ ബാബു ദിവാകരൻ, ഇടത് പ്രതിനിധി സതീഷ് വസന്ത, രാഷ്ട്രീയ നിരീക്ഷകൻ AK സാദിഖ് എന്നിവരാണ് അതിഥികൾ. ആദ്യം ബാബു ദിവാകരനിലേക്ക്. ശ്രീ ബാബു ദിവാകരൻ, ഇതിപ്പോൾ ഓരോന്നോരോന്നായി പുറത്തു വരികയാണ്. ഇപ്പോൾ തന്ത്രിയും അറസ്റ്റിലാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. കാരണം ദൈവതുല്യർ ഉണ്ട് എന്ന് പറയുന്നു, ശവന്തീനികളല്ല എന്ന് പത്മകുമാർ പറയുന്നു. അപ്പോൾ ഇത് തിരിഞ്ഞു വരുമ്പോൾ തന്ത്രിയും മന്ത്രിയും ഒക്കെ ഇതിലേക്ക് അകപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ പോലെ കടകംപള്ളിയെ ചോദ്യം ചെയ്യുകയായിരുന്നോ അതോ അഭിമുഖം എടുക്കുകയായിരുന്നോ എന്നാണ് KPCC പ്രസിഡന്റ് ചോദിച്ചത്. അപ്പോൾ ഇതിൽ ഇടപെടലുണ്ടോ എന്നുള്ളൊരു സംശയവും അവശേഷിക്കുന്നു. ഏതായാലും എങ്ങനെ കാണാം ഈ ഇപ്പോഴത്തെ ഈ ഒരു പുതിയ നീക്കങ്ങളെ? ഞാൻ KPCC പ്രസിഡന്റ് പറഞ്ഞതിനോടാണ് യോജിപ്പ്. തന്ത്രിക്കും മന്ത്രിക്കും എല്ലാം ഒരേ നിയമമാണ്. അവിടെ നടന്ന കൊള്ളയിൽ ഇവർക്കെല്ലാം പങ്കുണ്ടെന്നുള്ളതാണ് ജനങ്ങൾ വിശ്വസിക്കുന്നത്. ഇപ്പോൾ പടിപടിയായി മറ്റു മാർഗമില്ലാത്തത് കൊണ്ട് SIT തന്ത്രികളെ അറസ്റ്റ് ചെയ്യും. തന്ത്രികളെ നേരത്തെ അറസ്റ്റ് ചെയ്യേണ്ട ആളാണ്. ശബരിമലയിൽ എന്ത് നടക്കണമെങ്കിലും തന്ത്രികൾ അറിയാതെ നടക്കില്ല. അത് വർഷങ്ങളായി അവിടുത്തെ ഒരു സിസ്റ്റം അറിയാവുന്നവർക്കെല്ലാം അറിയാം. അവിടെ എന്ത് കാര്യം, ഇപ്പം കട്ടളപ്പാളികൾ ഇളക്കണോ അല്ലെങ്കിൽ ദ്വാരപാലകരുടെ ചെമ്പ് പൂശണോ വേണ്ടയോ എന്നുള്ളത് ഫൈനലായി തീരുമാനിക്കേണ്ടതിൽ ഒരാൾ തന്ത്രികൾ തന്നെയാണ്. ദേവസ്വം ബോർഡിനെ ആ കാര്യത്തിൽ ഉപദേശിക്കേണ്ട ആളാണ് തന്ത്രികൾ. അത് ഇളക്കണമോ, അത് പൂശണമോ, അത് ചെമ്പ് പൂശണമോ, അത് സ്വർണം പൂശണമോ, അല്ലെങ്കിൽ സ്വർണത്തിൽ നിന്ന് അത് എങ്ങനെ അടിച്ചു മാറ്റണം, ഇതെല്ലാം തന്ത്രി അറിയാതെ നടക്കുന്ന പ്രശ്നമേ ഇല്ല. അതുകൊണ്ട് തന്നെയാണ് എന്തുകൊണ്ട് ഇത്രയും കാലം തന്ത്രികളെ ഇതിനു മുമ്പ് ആദ്യമേ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന കൂട്ടത്തിൽ ആദ്യത്തെ ഒരാളാണ്. എനിക്ക് തോന്നുന്നു നേരത്തെ ചോദ്യം ചെയ്തിട്ടുണ്ടെന്നാണ്. തന്ത്രികളെ നേരത്തെ ചോദ്യം ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് ഇന്നലെ മാത്രമല്ല, ആദ്യമായിട്ടല്ല തന്ത്രികളെ ചോദ്യം ചെയ്യുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഈ വന്ന മൊഴികളുടെയും ഇതെല്ലാം, പിന്നെ അതിനകത്ത് മറ്റൊരു കാര്യം നമുക്ക് ആകെയുള്ള പ്രതീക്ഷയെന്ന് പറഞ്ഞാൽ ഈ ഹൈക്കോടതി ബെഞ്ച് ഈ കാര്യങ്ങളൊക്കെ വളരെ സസൂക്ഷ്മം പഠിക്കുന്നുണ്ട്. ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് ആണെങ്കിലും അവർ ഈ കാര്യങ്ങൾ കിട്ടുന്ന മൊഴികളെല്ലാം രേഖപ്പെടുത്തിയല്ലേ ഒക്കുള്ളൂ. സ്വാഭാവികമായിട്ട് ആ മൊഴികളൊക്കെ വായിക്കുമ്പോൾ ഇവരുടെ എല്ലാവരുടെയും പങ്കാളിത്തത്തെക്കുറിച്ച് ഹൈക്കോടതിക്ക് ഇപ്പം ശങ്കർദാസ് ഹൈക്കോടതി നടത്തിയ ഒരു പരാമർശം, അതൊരു ചെറിയ പരാമർശമായിരുന്നു. അത് മാറ്റിക്കിട്ടാൻ വേണ്ടി സുപ്രീം കോടതി പോയപ്പോൾ അവിടുത്തെ സുപ്രീം കോടതി ഡിവിഷൻ ബെഞ്ച് നടത്തിയ പരാമർശം അതിനിപ്പോൾ ആരാ മാറ്റാൻ പോകുന്നത്? അതിനിപ്പോൾ അന്താരാഷ്ട്ര കോടതിയിലെങ്ങനെ പോയാലേ ഇനി അത് മാറ്റാൻ നോക്കൂ. അതല്ലേ സ്ഥിതി. ഇപ്പം ഞാൻ പറഞ്ഞ ഇവിടെ ഹൈക്കോടതി അവരുടെ മുമ്പിൽ ഹൈക്കോടതിയൊക്കെ ഒരു പരാമർശം നടത്തുമ്പോൾ ചുമ്മാ നമ്മളൊക്കെ വഴിയിൽ നിന്ന് പറയുന്നത് പോലെയാണ് ഹൈക്കോടതിയും ഒരു പരാമർശം നടത്തുന്നതെന്നാണോ ഇവരൊക്കെ ധരിക്കുന്നത്? ഹൈക്കോടതി അങ്ങനെ ബെഞ്ചിലിരുന്ന ഒരു പരാമർശം നടത്തണമെങ്കിൽ അവരുടെ മുമ്പിൽ അതിന് തക്കതായ എവിഡൻസ് ഇല്ലാതെ അവരങ്ങനെ ഒരു പരാമർശം നടത്തില്ല. അപ്പം ശങ്കരദാസിൻ്റെ പിന്നെ ഇതായാലും ശരി, തന്ത്രികളുടെ ഇതായാലും ശരി, അവരിനിയും എന്നതെ ഉന്നതരിലേക്ക് എന്തുകൊണ്ട് പോകുന്നില്ല എന്ന് ചോദിച്ചാൽ ഒന്ന് ഈ തന്ത്രികളെ ഉദ്ദേശിച്ച് തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. ഉന്നതരിൽ ഒരാൾ ഈ തന്ത്രി തന്നെയാണ്. ഇപ്പോൾ മറ്റു മാർഗം, അപ്പോൾ ED കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ SITക്ക് മറ്റു മാർഗങ്ങളില്ല. അവരിതെങ്ങനെയെങ്കിലും അടുത്ത തെരഞ്ഞെടുപ്പ് വരെ ഇത് നീട്ടിക്കൊണ്ടുപോയി ഇവരുടെ എല്ലാം ഇൻവോൾവ്മെൻറ്റ് മറച്ചു വയ്ക്കാൻ വേണ്ടി സമയം നീട്ടി പോകുന്നു. പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് വരെ പിന്നെ മന്ത്രിയെ ചോദ്യം ചെയ്യുന്നത് തന്നെ നീട്ടിവെച്ചാൽ അതിനു വേണ്ടിയിട്ടാണ്. അപ്പം ഇനിയും ഇത് നീട്ടിക്കൊണ്ട് പോകാൻ കഴിയാത്തൊരു സ്ഥിതിയിലേക്ക് SIT എത്തിയിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ഈ അടുത്ത ദിവസങ്ങളിൽ ഇനി തുടർന്നുണ്ടായിട്ടുള്ള ഈ ഉന്നതരെ എല്ലാവരെയും പിടികൂടിയേ മതിയാവൂ. അല്ലാതെ ഈ അന്വേഷണം മുമ്പോട്ട് ഒരു ഇഞ്ച് ഇനി മുമ്പോട്ട് പോകാൻ പോകുന്നില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അതെ, ഒക്കെ സാധിക്കും. ഇവിടെ ഇപ്പോൾ കേസെടുത്ത് ED കള്ളപ്പണ വെളുപ്പിക്കൽ നിരോധന നിയമം ചുമത്തിയാണ് കേസെടുത്തത്. ECIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ED ജോയിൻറ്റ് ഡയറക്ടർക്കാണ് അന്വേഷണ ചുമതല. ഇപ്പോൾ സ്വാഭാവികമായിട്ടും അന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസികളെയൊക്കെ ഇവർ നന്നായി മാറ്റി നിർത്താനൊക്കെ ശ്രമിച്ചിരുന്നു. പക്ഷേ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകുന്ന അവസ്ഥയിലേക്കല്ലേ? തീർച്ചയായിട്ടും കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേരളത്തിൽ തുടർഭരണത്തിൻ്റെ ഒരു അധികാരത്തിൻ്റെയും കേന്ദ്രത്തിൻ്റെ ഒരു നേരിട്ടോ പരോക്ഷമായോ ഉള്ള സഹായത്തിൻ്റെയൊക്കെ പേരിൽ കഴിഞ്ഞ കുറേ നാളുകൾ പല വലിയ വിഷയങ്ങളിൽ നിന്നും തടിതപ്പിപ്പോയെങ്കിൽ
ഇപ്പോൾ പിടി വീണത് മറ്റൊന്നും കൊണ്ടല്ല, ഇതുവരെ ഉണ്ടായിരുന്ന വിഷയങ്ങളൊന്നും ദൈവികമായിട്ടുള്ളതായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ കയറി കളിച്ച് ഏറ്റവും അവസാനം ദൈവത്തിന്, അയ്യപ്പൻ്റെ കാര്യത്തിലും, കാരണം ഇനി ആരെയും പേടിക്കാനില്ല എന്നുള്ള ഒരു തോന്നലിൽ നടത്തിയ ഈ സംഗതി ദൈവം തന്നെ പിടി വീഴ്ത്തി. അത് വളരെ നമ്മൾക്കിതിനകത്തൊരു സന്തോഷം അല്ലെങ്കിൽ അഭിമാനം തോന്നുന്നത്, ദൈവത്തെ പോലും വെറുതെ വിടില്ലേ നിങ്ങൾ എന്ന് സുപ്രീം കോടതി ചോദിച്ചതിൻ്റെ തൊട്ടുപിറകിനാണ് ഈ സുപ്രധാനമായ ഒരു അറസ്റ്റും ചോദ്യം ചെയ്യലുമൊക്കെ വന്നത് എന്നുള്ളതാണ്. ഇവിടെ ഒരു കാര്യം ഇപ്പോൾ വ്യക്തമായിരിക്കുന്നു. തന്ത്രിമാർക്ക് മന്ത്രം മാത്രമല്ല തന്ത്രവും അറിയാമെന്ന് ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നു. മന്ത്രിക്ക് തന്ത്രം അറിയാമെന്ന് മന്ത്രി തന്നെ മുമ്പേ പറയുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇവിടെ മന്ത്രി മുതൽ തന്ത്രി വരെ എല്ലാ പേരും നോക്കൂ, ഒരു ശൃംഖല മുഴുവൻ. ഇപ്പോൾ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് പലപ്പോഴും, ഒരേ സ്വഭാവത്തിൽപ്പെട്ടവരെല്ലാം കൂടെ ഒരിടത്ത് വന്ന് അടിഞ്ഞു കൂടിയാൽ പിന്നെ ദൈവത്തിന് പോലും ഒരു പക്ഷേ രക്ഷിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നത് ഇത്തരം സന്ദർഭങ്ങൾ കൊണ്ടായിരിക്കാം. എന്തായാലും കേന്ദ്രത്തിൻ്റെ ആ ഇ ഡി വന്നപ്പോൾ നമ്മൾ ചർച്ച ചെയ്തതാണ്. കേരള സർക്കാരും SITയും ഒക്കെ പറഞ്ഞത്, ഇവിടെ എന്തിനാണ് ഇ ഡിയുടെ ആവശ്യമൊന്നുമില്ല, ഞങ്ങൾ നോക്കിക്കൊള്ളാം. നോക്കൂ, കേരളം, ആന്ധ്ര, പിന്നെ കർണാടകം, തമിഴ്നാട്, 4 സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമാണിത്. കേവലം നിസ്സാരമായൊരു വിഷയമല്ല. അതുകൊണ്ട് ഇ ഡിയും CBIയും ഒക്കെ ഇതിനകത്ത് വേണ്ടി വരും. അങ്ങനെയുള്ള അന്വേഷണങ്ങൾ വരുന്നു എന്നുകൂടി കണ്ടതുകൊണ്ടാണ് SITക്ക് കുറച്ചുകൂടി ജാഗ്രത പുലർത്തേണ്ടതായി വന്നത്. ഇവിടെ ഇടയ്ക്ക് ഹൈക്കോടതിയിൽ ഈ നമ്മളുടെ SIT ഒരു റിപ്പോർട്ട് കൊടുത്തപ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യമുണ്ട്. 109 പേരെ ഞങ്ങൾ ഇതിനോടകം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, 150ഓളം പേരെ ചോദ്യം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ വാർത്താ പ്രാധാന്യമുള്ളവരുടെ അറസ്റ്റും SIT പുറത്തോട്ട് വിടുന്നതും മാത്രമേ നമ്മളുടെ ദൃഷ്ടിയിൽ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഈ തന്ത്രിയെയൊക്കെ പല പ്രാവശ്യം ഒറ്റയ്ക്കും കൂട്ടായിട്ടും ഒക്കെ ചോദ്യം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് കിട്ടിയ വിവരം കൊണ്ടായിരിക്കുമല്ലോ തീർച്ചയായിട്ടും ഇപ്പോൾ അറസ്റ്റ് വന്നത്. ഇവിടെ എനിക്കൊരു സംശയമുണ്ട്, ഈ തന്ത്രിയിൽ വരെ വരുത്തിയെങ്കിലും ഈ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇത് പരിക്ക് പറ്റാതെ ഒന്ന് ക്ലോസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ഗൂഢാലോചന ഇവിടെയുമുണ്ടോ? അതായത് ഇത് അടിച്ചു മാറ്റുന്നതിന് വൻ തോക്കുകൾ സംഘടിതമായി ദീർഘനാൾ തുടർച്ചയായി ആസൂത്രണം ചെയ്താണ് ഈ കൊള്ള മുഴുവൻ നടത്തിയിരിക്കുന്നതെന്നുള്ളത് വ്യക്തമായി. ഇനി ഇതിൽ നിന്നും അത്യുന്നതന്മാരായ ദൈവതുല്യരായ, ദൈവതുല്യർ എന്ന് പറയുമ്പോൾ ബഹുവചനമാണല്ലോ, ഏകവചനമല്ലല്ലോ. എന്തായാലും ഇവിടെ തന്ത്രിയിൽ മാത്രം അത് നിൽക്കാൻ സാധ്യതയില്ല. പരമാവധി രക്ഷപ്പെടുത്താൻ ശ്രമിക്കുക എന്നുള്ള ഒരു ചൊല്ല് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഒരു പക്ഷേ ഈ തന്ത്രിയും വേണ്ടി വന്നാൽ ഒരു ഗൂഢാലോചനയുടെയോ ഒരു പരസ്പര സഹായത്തിൻ്റെയോ ഒക്കെ പേരിൽ അദ്ദേഹത്തിൻ്റേതായ ഉത്തരവാദിത്വത്തിലാണ് ഇതൊക്കെ നടന്നതെന്നങ്ങ് പറഞ്ഞാൽ അവിടം കൊണ്ട് ഇതങ്ങ് തീരുമെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള പാളിച്ചകളിൽ നിന്നും അറസ്റ്റുകളിൽ നിന്നും ഒക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ചിലർക്ക് വേണ്ടി കുറ്റസമ്മതവും നടത്തും, അങ്ങനെയുമുണ്ട്. പക്ഷേ ഇവിടെ ഏറ്റവും വലിയ വിഷയം ആരെ അറസ്റ്റ് ചെയ്തു എന്നുള്ളതല്ല, ഈ യഥാർത്ഥ സ്വർണം ഇതെവിടെ പോയിരിക്കുന്നു, ഇതുവരെ കണ്ടുപിടിച്ചിട്ടുണ്ടോ? 30 കിലോയിൽ കൂടുതൽ സ്വർണം പല സ്ഥലങ്ങളിലായി സ്വർണം പ്ലേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും അതിൻ്റെ രേഖകളും എല്ലാം ഉള്ളിടത്ത് ഇപ്പോൾ വരെയും നമ്മൾക്ക് കിട്ടിയിട്ടുള്ള അറിവെന്താ? ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ നിന്ന് 300 ചില്ലുവാനം ഗ്രാമും ഈ ഗോവർദ്ധൻ്റെ കയ്യിൽ നിന്ന് 100 ചില്ലുവാനം ഗ്രാമും കൂടെ ചേർന്ന് ഏതാണ്ട് 1/2 കിലോ സ്വർണത്തിൻ്റെ കണക്കുകളല്ലേ ഇപ്പോഴും വരുന്നുള്ളൂ. ബാക്കി സ്വർണങ്ങളൊക്കെ എവിടെ പോയി? ഇതിൻ്റെ ഒറിജിനൽ തന്നെ എവിടെ പോയി? അത്തരം കാര്യങ്ങൾ അറിയണമെങ്കിൽ ഇതിൻ്റെ തുടർന്നുള്ള ഘട്ടം ഘട്ടമായി ബാക്കി വരുന്ന ഇതിലും വലിയ തോക്കുകൾ ദൈവതുല്യരായിട്ടുള്ളവർ ഉണ്ടാകും. അതും കൂടി വന്നാൽ മാത്രമേ നമ്മൾക്ക് ഇതിൻ്റെ ഒരു ക്ലൈമാക്സ്, ഇപ്പൊ ക്ലൈമാക്സ് ആയിട്ടില്ല, ഇന്റർവെല്ല് മാത്രമേ ആയിട്ടുള്ളൂ. ഇവിടെ കൊണ്ട് നമ്മൾക്കൊരു അന്തിമ വിധി എഴുതാൻ പറ്റുന്നില്ല. ഇനി ആന്റി ക്ലൈമാക്സും ഒക്കെ കിടക്കുക. സതീഷ് വസന്ത്, ഇതിപ്പോൾ നിങ്ങളുടെ വാദമുഖങ്ങളെല്ലാം ഒന്നൊന്നായി ചീട്ടുകൊട്ടാരം പോലെ തകരുന്നൊരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. ഇപ്പോൾ ഇ ഡി കേസെടുത്തിരിക്കുന്നു, തന്ത്രി അകത്താകുന്നു, മന്ത്രിയെ ചോദ്യം ചെയ്ത് വിട്ടയക്കുന്നു, ഡിണ്ടിഗൽ മണിയെയും ചോദ്യം ചെയ്ത് വിട്ടയക്കുന്നു. ഇപ്പോൾ കെ മുരളീധരൻ പറഞ്ഞതുപോലെ ഈ ശബരിമലയിൽ പോയി ഇപ്പോൾ വിഗ്രഹത്തിൽ നോക്കി തൊഴുമ്പോൾ കൂടുതൽ സമയം വിഗ്രഹത്തിലേക്ക് നോക്കില്ല. കാരണം
ഇത് ഒറിജിനലാണോ എന്നുള്ളൊരു സംശയം വന്നാൽ മനസ്സിന് വല്ലാത്ത വിഷമം ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഇത് ഓരോരുത്തരുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കുകളാണ്. ബിനു, കോൺഗ്രസിൻ്റെ AICC സെക്രട്ടറി ഇന്നലെ എനിക്ക് തോന്നുന്നു ശബരിമലയിൽ പോയി KC വേണുഗോപാൽ അദ്ദേഹം പോയപ്പോഴും അയ്യപ്പൻ അവിടെ ഇരിക്കുന്നുണ്ടല്ലോ, ധർമ്മശാസ്ത്ര അവിടെ ഇരിക്കുന്നുണ്ടല്ലോ. അദ്ദേഹത്തിനും അങ്ങനെ ഒരു വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണോ അദ്ദേഹം കെട്ടി അവിടെ പോയത്? നോക്കൂ ബിനു, ഇവിടെ ബിനു പറയാനായിട്ട് തന്ത്രിയും CPM-ൻ്റെ ആളാണ് അല്ലേ എന്നാണ് ബിനു പറയാനായിട്ടാൽ. തന്ത്രി ആള് മറ്റേ D മണി അദ്ദേഹം CPM-ൻ്റെ ആളാണ്. എന്തോ പറയുന്നത് എനിക്ക് മനസ്സില്ല. നമ്മൾ നോക്കൂ, ഈ കാര്യത്തിൽ ഇപ്പം സാദിഖ് സാറ് പറഞ്ഞ പോലെ ഇതിനൊരു പര്യവസാനം ഇത് എവിടെയാണ് കട്ടുകൊണ്ട് പോയി അല്ലെങ്കിൽ ഇത് കൊണ്ടുപോയി എന്ന് അറിയണമല്ലോ. അത് അറിയാനുള്ള ഭഗ്രത തന്നെ. അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇന്ന് ഭരിക്കുന്ന CPM-നും ഇടതുപക്ഷത്തിനും അത് ആവശ്യമാണ്. കാര്യം എന്നറിയുമ്പോൾ ഇത് നിങ്ങളെല്ലാം പറയുന്നത് വെച്ചാൽ CPM അറിഞ്ഞുകൊണ്ടാണ് അല്ലെങ്കിൽ ഇടതുപക്ഷം അറിഞ്ഞുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യണമെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അത് കണ്ടുപിടിക്കേണ്ടത് നമ്മളുടെ CPM-ൻ്റെ ഒരു അനിവാര്യതയാണ്, ഒരു ആവശ്യമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഇലക്ഷൻ സമയത്ത് ഇപ്പോൾ ED വന്നു, കഴിഞ്ഞ പ്രാവശ്യം വന്നല്ലോ നോട്ടീസ് കൊടുക്കാൻ വേണ്ടി, തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പേ ആയിട്ട് വന്നല്ലോ ED വന്നല്ലോ. ഇപ്പോഴും എന്താ അടുത്ത ഇലക്ഷന് ഒരു 1.5 മാസം ഇനി 2 മാസത്തിനകത്തുണ്ട് അത് ED വരുന്നുണ്ട്. ED വന്നിട്ട് എന്തായാലും PMLA കേസ് ഉണ്ടായിരുന്നുകൊണ്ടാണ് ED വരണമെന്നാണ് പറയുന്നത്. ഇത് പറ്റേ ഞാൻ പറഞ്ഞു ഇത് ആര് കൊണ്ടാലും ഇത് തിരിച്ചു പിടിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്, പ്രത്യേകിച്ച് ഈ സർക്കാരിൻ്റെ ആവശ്യമാണ്. അപ്പോൾ ഇതെല്ലാം കൊണ്ട് CPM-ൻ്റെ തലയിൽ കൊണ്ട് വച്ചിട്ട് പോകുന്നത്. നിങ്ങൾ പറയും CPM-ൻ്റെ ആൾക്കാരല്ലേ അവിടെ ഭരിച്ചിരുന്നതാണ്, ശരിയാണ്, ഇല്ലയെന്നൊന്നും പറയില്ല. അത് ബഹുമാനപ്പെട്ട CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി മുഖ്യമന്ത്രി എല്ലാം പറഞ്ഞതാണ്. നമ്മൾ വിശ്വസിച്ച് ഏൽപ്പിച്ചു. അത് ആ വിശ്വസിച്ച് ഏൽപ്പിച്ചത് അവരൊന്നും പുറത്താക്കാൻ പറ്റുന്നില്ലല്ലോ. അല്ല, അത് ഞാൻ പറഞ്ഞത് ഒരു കാര്യം പോലും ചെയ്യുന്നില്ലല്ലോ. ഞാൻ നിങ്ങൾ ബോധ്യപ്പെട്ടിട്ടില്ല. അല്ല, ഞാൻ ഒരു കാര്യം പത്മകുമാർ അദ്ദേഹത്തിന് പുറത്താക്കി നിങ്ങൾ വെച്ചോളൂ. ഇപ്പൊ അദ്ദേഹം ഇവിടെ കിടക്കുന്ന ജയിലിൽ അറക്കിയുള്ളല്ലേ, അതാ നമ്മൾ വെളിയിൽ വിട്ടിട്ടുണ്ട്. ഓരോ ജാമ്യത്തിന് വന്നു അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ പോലീസാണ് എടുത്ത് ജയിലിലിട്ടത് അല്ലല്ലോ. ഏത് എന്ന് ആര് പറഞ്ഞു? നിങ്ങളൊക്കെ അല്ലേ പറയുന്നത് SIT പിണറായി വിജയന്റെ പോലീസാണ്, അതുകൊണ്ട് ഇതൊന്നും അന്വേഷിക്കില്ല, ഇതൊന്നും കണ്ടുപിടിക്കില്ല. ചുമന്നു കൊണ്ടുവന്ന് അകത്തിട്ടേക്കുവാണ്. ഏത് ED ഹൈക്കോടതിയുടെ SIT ഹൈക്കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് ചുമന്ന് അകത്തിട്ടതാണ്, അല്ലാതെ പിണറായിയുടെ ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള ആര് പറഞ്ഞു അങ്ങനെ ഉണ്ടെന്ന്? ബിനു, ഇത് നിങ്ങളും മാധ്യമങ്ങളും അതുപോലെ തന്നെ പ്രതിപക്ഷമൊക്കെ പറയുന്നത് വെച്ചാൽ ഇതൊന്നും നടക്കൂല ഇവിടെ. കാര്യം ഇത് പിണറായിയുടെ പോലീസാണ് അന്വേഷിക്കുന്നത്. ഇതിപ്പോൾ പിടിച്ച് അകത്തിട്ടെന്ന് പറയുമ്പോൾ പറയും നിങ്ങളാണോ ചെയ്തത്. ഇതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഇപ്പം ബഹുമാനപ്പെട്ട ബാബു ദേവസാറും പറഞ്ഞല്ലേ, അത് ഞാൻ പറഞ്ഞിട്ട് ഇനിയിപ്പോൾ ഹൈക്കോടതി അറിയാലോ, ദേവസ്വം ബോർഡ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ് ഇതിൻ്റെ മേൽനോട്ടം വഹിക്കുന്നത്. അവരാണ് കോൺസ്റ്റിറ്റ്യൂട്ട് അടിക്കുന്നത് SIT. എന്നാൽ ഇത് നമ്മൾ പറയാന് ഇത് ഇതല്ല, ഇത് SIT എന്ന് പറയുന്നത് ഹൈക്കോടതിയിലെ മേൽനോട്ടത്തിൽ വെച്ചിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ്. അതുകൊണ്ട് ഇതിൽ ഒരു കൈയെടുത്തവും ഇല്ല. ഓരോരുത്തർ നിങ്ങൾ അറസ്റ്റ് ചെയ്ത് നിങ്ങൾ എന്ത് അല്ലല്ല, ഇതിൽ കൈകടത്തലില്ലെന്നൊന്നും പറയാൻ പറ്റില്ല. ഉദ്യോഗസ്ഥരെ, പിണറായിയുടെ വിശ്വസ്തരായ 2 ഉദ്യോഗസ്ഥരെ തിരികെ കയറ്റാൻ ശ്രമിച്ചു. അതോടൊപ്പം തന്നെ ഈ ശങ്കർദാസ് എന്ന് പറയുന്ന അദ്ദേഹം സുപ്രീം കോടതി വരെ പോയി. അദ്ദേഹത്തിന്റെ മകനാണ് ഹരിശങ്കർ. അതൊക്കെ ഒരുപാട് കളികൾ ഞാൻ തിരിച്ചൊരു കാര്യം ചോദിക്കുന്നത്, ഇപ്പൊ ശബരിനാഥിന്റെ വൈഫാണ് ദിവ്യ SIR, മുഖ്യമന്ത്രിയായിട്ട് ഭയങ്കര ബന്ധമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതെന്താണ് അവരെന്ന് പറയുന്നത് ഒരു IAS എടുത്തിട്ട് ഒരു മന്ത്രിസഭ അല്ലെങ്കിൽ ഒരു മന്ത്രിസഭയുടെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥന്. അല്ലാതെ ദിവ്യ എന്ന് പറയുന്നത് ശബരിനാഥിന്റെ വൈഫായിട്ട് നമ്മളെല്ലാം സീക്രട്ട് ആയിട്ട് വെക്കണം, അല്ലെങ്കിൽ ഇവരെ അവിടെ ഇരുത്താൻ പറ്റില്ല എന്നൊക്കെ പറയാൻ പറ്റും. അതല്ല, ശങ്കർദാസിന്റെ മകൻ അല്ല, ഞാൻ പറഞ്ഞ ശങ്കർദാസിന്റെ മകൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ചെയ്ത തെറ്റ് അല്ലെങ്കിൽ അദ്ദേഹം ഇൻവോൾവ് ആയ കേസിനെ മായ്ക്കാൻ പറ്റുമോ? നിങ്ങൾ എന്താണ് പറയുന്നത്? എനിക്ക് മനസ്സിലാവില്ല. നിങ്ങൾ എന്തിനാണ് ആ ഉദ്യോഗസ്ഥനെ പിടിച്ചിരുന്നത്? അദ്ദേഹത്തിന്റെ മകൻ അതാണ് പറഞ്ഞത്. ഈ പറഞ്ഞ പോലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ചോദ്യം ചെയ്യലൊന്നും നടന്നില്ല. വൈകിപ്പിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സമ്മർദ്ദം ഉണ്ടെന്ന് പ്രതിപക്ഷ നേതാവും രമേശ് ചെന്നിത്തല അടക്കം പറഞ്ഞു. അത് കറക്റ്റാണെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ്
അതിൽ കുറെ അന്വേഷണ സംഘം വിപുലീകരിക്കുന്ന അടക്കമുള്ള പല കാര്യങ്ങളിലേക്കും ഒരു അന്വേഷണ സംഘത്തെ വിപുലീകരിക്കുന്നത് സമ്മർദ്ദം കൂടിയോണ്ടാണോ? നിങ്ങൾ എന്താണ് പറയുന്നത്? സമ്മർദ്ദം കൂടിയൊന്നുമല്ല, അന്വേഷണം വേഗതയിലാക്കി. ഞാൻ പറഞ്ഞിട്ട് ഇത് സാധാ മോഷണമല്ല. ഇത് പല സംസ്ഥാനങ്ങളിൽ ഇപ്പൊ നേരെ സാധിക്കുക തന്നെ പല സംസ്ഥാനങ്ങളിലും വ്യാപിച്ചു കിടക്കുന്ന ഒരു ഇതാണ്, ഒരു ഗൂഢസംഘമാണ് നടത്തിയിട്ടുള്ളത്. അപ്പൊ അവിടെയൊക്കെ പോകണമെങ്കിൽ ഒരു പോലീസിന്റെ ഇത്രയും അവരൊക്കെയുള്ള സ്ട്രെങ്ത് പോരാ. ആ സ്ട്രെങ്തിനെ വർദ്ധിപ്പിക്കുന്നത് നിങ്ങൾ പറയുന്നത് രമേശ് ചെന്നിത്തല പറഞ്ഞുകൊണ്ടാണ് ഈ സ്ട്രെങ്ത് എല്ലാം വർദ്ധിപ്പിച്ചത്, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞപ്പോൾ നിങ്ങൾ പറയുന്നത് വ്യവസായിയൊക്കെ ചോദ്യം ചെയ്തത് അദ്ദേഹത്തിന്റെയൊക്കെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ്. അല്ല, അദ്ദേഹം കൊടുത്തിട്ടുള്ള അതല്ലേ പറഞ്ഞത്. അദ്ദേഹം ഒരു കാര്യങ്ങൾ പറഞ്ഞു, ഇങ്ങനൊരു സംഭവം വന്നിട്ടുണ്ട്, ഇത് അന്താരാഷ്ട്ര ബന്ധമായിട്ടുള്ള ബന്ധമുണ്ടെന്ന് ഒരു വ്യാപാരി എൻ്റെ അടുത്ത് പറഞ്ഞു. അതിന്റെ മൊഴി കൊടുത്തോ അദ്ദേഹം അത് അന്വേഷിക്കട്ടെ. ഞാൻ പറയട്ടെ, ഇത് അതിനെ എവിടെയെങ്കിലും തടസ്സപ്പെടുത്തിയോ? പറഞ്ഞതുപോലെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ സർക്കാരിന് യാതൊരു വിധത്തിലുള്ള പങ്കുമില്ല. ഞങ്ങൾ അവിടെ വളരെ സുതാര്യവും നിഷ്പക്ഷവും നീതിയുക്തവുമായാണ് അവിടെ ഭരിച്ചത്. അവിടെ നിന്ന് സ്വർണം കൊണ്ടുപോയത് മുഴുവൻ ഉദ്യോഗസ്ഥരാണ്. അവിടെ നിന്ന് സ്വർണം കൊണ്ടുപോയത് മുഴുവൻ തന്ത്രിയുടെ അറിവോടുകൂടിയാണ്. ഞങ്ങളുടെ മന്ത്രി അറിഞ്ഞിട്ടില്ല, ഞങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കളൊന്നും അറിഞ്ഞിട്ടില്ല. പത്മകുമാർ എന്ന് പറഞ്ഞ അദ്ദേഹം കുറച്ചു കാലം മുമ്പ് CPM-ന്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ്. അയാളെ പിടിച്ച് ജയിലിലിട്ടു. ഇങ്ങനെ തൊണ്ട തൊടാതെ വിഴുങ്ങാൻ ഞങ്ങൾക്ക് കഴിയില്ല. ഞാൻ പിന്നെ ഒരു കേട്ട് ഇപ്പൊ തന്ത്രി ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഒരു ശബരിമല ക്ഷേത്രത്തിൽ തന്ത്രി അറിയാത്ത ഒരു കാര്യങ്ങൾ അവിടെ നടക്കൂല. പക്ഷെ മന്ത്രി അറിയണമെന്നില്ല. ഇത് രണ്ടാണെന്ന് പറയുന്നത്. ഇതൊക്കെ വെച്ചിരിക്കുന്ന ഈ സംവിധാനമൊക്കെ പൈസയും എല്ലാം മുടക്കി ഈ സംവിധാനം അല്ല, മന്ത്രി എന്തിനാണ് അറിയുന്നത്? മന്ത്രി എന്തിനാണ് ക്ഷേത്രത്തിന്റെ അല്ല ഞാൻ പറഞ്ഞ ഒരു മന്ത്രി ഒരു അവിടുത്തെ ഒരു ക്ഷേത്രത്തിന്റെ നിത്യം ഇപ്പൊ 1236 ക്ഷേത്രങ്ങൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുണ്ട്. ആ ദേവസ്വം ബോർഡിന്റെ ഓരോ ക്ഷേത്രത്തിലും ചെന്ന് മന്ത്രിക്ക് ചെന്നത് അതിനല്ല ഉദ്യോഗസ്ഥന്മാരെ വെച്ചിരിക്കുന്നത്. അതുപോലെ ദേവസ്വം ബോർഡ് ബസ്സിൽ വെച്ചിരിക്കുന്നത്. ഇപ്പൊ ബഹുമാനപ്പെട്ട ഞാൻ നേരത്തെ പറഞ്ഞത് ബഹുമാനപ്പെട്ട ബാബുദാര സാറ് മന്ത്രിയായിരുന്നല്ലോ. അദ്ദേഹം എനിക്ക് തൊഴിൽ വകുപ്പ് മന്ത്രിയായിരുന്നു. ആ തൊഴിൽ വകുപ്പ് മന്ത്രി എല്ലാ കാര്യങ്ങളും ആദ്യം നോക്കും. അദ്ദേഹം മേലിൽ നിന്നുള്ള നിർദ്ദേശങ്ങളായിട്ട് പിണറായി വിജയൻ മന്ത്രിസഭയിൽ ഒരു ഇല അനങ്ങണമെങ്കിൽ പോലും അവിടുത്തെ അല്ല നിങ്ങളൊക്കെ അതൊക്കെ പറയും. പിണറായി ഒരു കാര്യം അന്തിമമായി ആ വകുപ്പിൽ നടക്കുന്ന എന്ത് കാര്യത്തെ കുറിച്ചും അന്തിമമായ റെസ്പോൺസിബിലിറ്റി മന്ത്രിക്കുണ്ട്. മോഷ്ടിച്ചതിനേക്കാൾ വലിയ കുറ്റമാണ് ഇത്. മന്ത്രി അറിയാതെയാണ് ഇത് നടന്നത്. അല്ല അത് അറിയാത്തോണ്ടല്ലേ അറിയത്തെന്ന് പറയുന്നത്. ഇത് അറിയിക്കേണ്ടത് അല്ല ഞാൻ പറഞ്ഞത് ഇത് അറിയിക്കണമെന്നുള്ള നിയമം ഇല്ല. അതുകൊണ്ടാണ് പ്രത്യേകം കോൺസ്റ്റിറ്റ്യൂട്ട് ഒരു ബോർഡ് വെച്ചിട്ടുള്ളത്. അല്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞില്ല. നിസ്സാരമായിട്ട് കാണാൻ കഴിയുന്ന ഒന്നല്ല. അല്ല ഞാൻ പറയുന്നത് ഇത് നിസ്സാരമായിട്ടൊരു കാര്യമല്ല ബിനു. ഇത് ഞാൻ പറയുന്നത് നിങ്ങളിപ്പോ തന്ത്രി പറഞ്ഞത് വീണ്ടും നിങ്ങൾ പറയുന്നത് തന്ത്രി ഏതാ കുടുക്കി CPM-ന് എന്തിനാ വേദന? തന്ത്രി ഇപ്പൊ വിളിച്ചു പറഞ്ഞോണ്ടാ പോയത്. അല്ല ആയിരിക്കാം, ആരാണ് ശവന്തീനികൾ? ഞാൻ പറയുന്നത് തുല്യർ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു ഇപ്പൊ തന്ത്രി കുടുംബമോ അല്ലെങ്കിൽ തന്ത്രിയോ നമ്മൾ CPM-ആയിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ലല്ലോ. അദ്ദേഹം അറിഞ്ഞുകൊണ്ടാണ് ഈ സംഭവങ്ങളെല്ലാം വന്നിട്ടുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇത് എല്ലാം CPM-ന്റെ തലയെ കെട്ടിയിരുന്നെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഇത് കണ്ടുപിടിക്കണം. ഉണ്ണികൃഷ്ണൻ പോറ്റി കടകംപള്ളി സുരേന്ദ്രനുമായിട്ട് അടുത്ത ബന്ധം പുലർത്തുന്നത് കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് താൻ ഇത്രയും വലിയ ബന്ധമുള്ള ആളാണ് പലതിലും ഒപ്പിട്ട്. ഞാൻ പറയുന്നത് നമ്മൾ എന്തിനാണ് ആ കോൺട്രവേഴ്സിയിലേക്ക് ഞാൻ പറഞ്ഞിട്ട് അങ്ങനെയാണെങ്കിൽ അടൂർ പ്രകാശ് എന്തിനാണ് സോണിയാഗാന്ധിയെ കൊണ്ടുവന്നത്? നിങ്ങൾ കോൺഗ്രസിന്റെ ദേവസ്വം ബോർഡുമായിട്ടൊന്നും ഒരു ബന്ധമില്ല. പലരും കാണാൻ നിങ്ങൾ ശരി സംഭവിച്ചു. ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ ഇത് ചാനൽ ചർച്ചയിലുള്ള ഷഫീർ എന്താണ് പറഞ്ഞത്? സോണിയാഗാന്ധിക്ക് സുഖമില്ല. ആ സുഖമില്ലാത്തതുകൊണ്ട് ഇവിടെ ശബരിമലയിൽ നൂല് ജപിച്ചു കേട്ടാൻ വേണ്ടിയാണ് ഡൽഹിയിൽ പോയെന്ന് പറഞ്ഞിട്ടുള്ള. അല്ല നിങ്ങളെ കോൺഗ്രസിന് ഭക്തിയുമുണ്ട്, ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളൊക്കെ ഉണ്ട്. അല്ല ഞാൻ പറഞ്ഞത് അതല്ല. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയേ ഉള്ളോ ഇന്ത്യക്കകത്ത് ശബരിമലന്ന് പൂജ ചെയ്ത് വച്ചോണ്ട് പോയത്? അടൂർ പ്രകാശ് വിളിച്ചോണ്ട് പോയത് അങ്ങനെയാണ് എന്ന് പറയുമ്പോൾ ഒരു പരിപാവനമായ ഒരു ഇതാണ്. ദേശീയ ശ്രദ്ധ ആകർഷിച്ചിട്ടുള്ള ആരാധനാലയമാണ്. സ്വാഭാവികമായും വിശ്വാസമുള്ളവർക്ക് ചിലപ്പോൾ അങ്ങനെയൊക്കെ തോന്നിയെന്നിരിക്കാം. പക്ഷെ അതും ഈ ഭരണവുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല. സോണിയാഗാന്ധിക്ക് എന്ത് ബന്ധമാണ് ഇവിടുത്തെ ദേവസ്വം ബോർഡുമായിട്ടുള്ളത്? അല്ലെങ്കിൽ ഇവിടുത്തെ അങ്ങനെയാണെങ്കിൽ ഞാൻ പിന്നെ കടകംപള്ളി എന്ന് പറയുന്നത് ഒരു പൊതുപ്രവർത്തനാണ്. അദ്ദേഹം മന്ത്രി എന്നുള്ള ഇത് പൊതുപ്രവർത്തനം കാണാൻ പലവരും വരും.
അത് എന്നുള്ള വോട്ടാണെന്ന് അറിയാമോ? മന്ത്രി ആയിട്ടുള്ള വോട്ടാണോ? അല്ലെങ്കിൽ അല്ല, ഞാൻ ഇത് പറയുന്നത് അല്ല, പോറ്റി വന്നത് എപ്പോഴാണ് വന്നത്? കടകംപള്ളി അവിടുത്തെ ദേവസ്വം മന്ത്രിയായിരുന്നു. അല്ല, ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇപ്പൊ പരിശോധിക്കുന്നേ, ഈ പോറ്റി വന്നത് ഈ കടകംപള്ളി വിളിച്ചോണ്ട് വന്നതാണോ? അല്ല, ഞാൻ പറയട്ടെ, കേരളത്തിൽ ഭരിക്കുന്നത് ഇപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തോ അല്ലെങ്കിൽ എ കെ ആന്റണി സർക്കാരിന്റെ കാലത്തോ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുമ്പോൾ സോണിയാഗാന്ധിയെ കാണുകയോ എ കെ ആന്റണിയെ കാണുകയോ ഉമ്മൻചാണ്ടിയെ കാണുകയോ ഒക്കെ ചെയ്താൽ അത് വലിയ ഗൗരവം അർഹിക്കും. അതിന് ഇങ്ങനെ നിസ്സാരമായി നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ അതുപോലെ അല്ല, ഇത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തും രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തും നടന്ന കൊള്ളയാണ്. ആ സമയത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി കണ്ടതും ഇതുമല്ല, ഇതുമായി ബന്ധപ്പെട്ടുള്ള സമയത്ത് സോണിയാഗാന്ധിയെ കണ്ടിരിക്കുന്നത് ഈ സമയത്ത് പോലുമല്ല. ഡേറ്റുകളൊക്കെ ഒരു ഡേറ്റുകളും പറഞ്ഞിട്ടില്ല. എന്നാ നിങ്ങൾ പ്രതിരോധത്തിലാവില്ല. നിങ്ങൾ ഞാൻ പറഞ്ഞിട്ട് അത് നിങ്ങൾ ഇരുട്ടുകൊണ്ട് വോട്ട് അടിക്കല്ല. ഞാൻ ഒരു കാര്യം പറ്റേ, നിങ്ങളെ വെർഷൻ ഞാനിപ്പം ആര് നിന്ന് ഫോട്ടോ എടുത്താലും എൻ്റെ അടുത്തോ ബാബുരാജ് ദിവാര സ്ഥാനത്തോ നമ്മളൊക്കെ പൊതുപ്രവർത്തകർ നമ്മളടുത്ത് നിന്ന് പല ഫോട്ടോ എടുക്കും. ഇദ്ദേഹം എന്തെങ്കിലും ഒരു കേസിലെ പ്രതിയാകുമ്പോൾ ഇതാണ്ട് ഇരിക്കുന്നു. അല്ല, അദ്ദേഹം പറഞ്ഞു എന്താണ് കടകംപള്ളിയായിട്ട് നിന്ന ഫോട്ടോയിൽ മുഖ്യമന്ത്രി അങ്ങനെ ഒരു ഫോട്ടോയെ കുറിച്ച് അങ്ങനെ ഒരു ദുരുദ്ദേശത്തോടു കൂടി അതുകൊണ്ടല്ലോ മുഖ്യമന്ത്രിയുടെ അടുത്ത് നിന്ന് ഇദ്ദേഹം ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ ഒരു ആംബുലൻസിന്റെ ഇത് മാറുന്നു കൈയാറുന്നു അത് പറഞ്ഞപ്പോഴാണ് അദ്ദേഹം ഇത് ഇട്ടത്. അദ്ദേഹം പറഞ്ഞത് എന്നാൽ അങ്ങനെ അദ്ദേഹത്തിന്റെ പടം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ശിവൻകുട്ടി പറഞ്ഞത് AI ആണെന്നാ പറഞ്ഞത്. അല്ല, ഞാൻ പറഞ്ഞു ഞാൻ ഒരു കാര്യം പറ്റി, ഇപ്പൊ പലരും താക്കോൽ കൈമാറ്റാനും ഒരു ആംബുലൻസ് ഇറക്കുമ്പോഴത്തേക്കൊക്കെ മുഖ്യമന്ത്രിയുടെ അടുത്തും പലയിടത്തും വരും, മന്ത്രിമാരുടെ അടുത്ത്. അതൊക്കെ ഒരു ഞാൻ പറഞ്ഞ സോണിയാഗാന്ധിയുടെ അടുത്ത് പോയതോ അല്ലെ കടകംപള്ളിയുടെ അടുത്ത് പോയതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കടകംപള്ളി നിങ്ങൾ ഒരു പ്രതിപക്ഷം ഒരു അജണ്ട വെച്ചോണ്ടിരിക്കുന്നത് അറിയാമോ? ഇത് നേരെ കൊണ്ടുവന്ന് കടകംപള്ളിയിലെ കൊണ്ടുവരും. എന്നാലേ CPM ആയിട്ട് അത്രയുള്ള ബന്ധമുള്ള ഒരു മന്ത്രിയല്ലേ, ആ രീതിയിൽ കൊണ്ടുവരാനുള്ള സംവിധാനത്തിലാണ് ചെയ്യുന്ന വെച്ചാൽ മന്ത്രി എന്നുള്ളതല്ലേ. ആ ദേവസ്വം മന്ത്രിയാണ്, മന്ത്രി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ട് അദ്ദേഹം ഇത് അറിയാത്ത കാര്യങ്ങൾ അദ്ദേഹത്തിന് എങ്ങനെ ഇൻവോൾവ് ആവാൻ പറ്റും? എങ്ങനെ അറിയാൻ പറ്റും? അല്ല, നിങ്ങൾക്ക് അറിയാതെ എങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റും? ബിനുവിന് അറിയാതെ എങ്ങനെ പറയാൻ പറ്റും? ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ നിങ്ങൾ പറയുന്നത് ശരി. തന്ത്രിയോ അനധികൃതമായി ഒരുപാട് പൈസ വന്നിട്ടുണ്ട് ഇപ്പോ. ആരെങ്കിലും കടകംപള്ളി ഞാൻ പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ട്രാൻസാക്ഷൻ ഒക്കെ സുതാര്യമായിട്ട് എടുക്കാന്നേ ഉള്ളൂ. ഒരു ബാങ്കിൽ ചെന്ന് SITക്ക് വെറും പേപ്പർ അല്ലെങ്കിൽ SIT ഒരു പോലീസ് ഉദ്യോഗസ്ഥർ കൊടുത്താലും കിട്ടും. ഇതൊക്കെ സുതാര്യമായിട്ട് കിട്ടുന്നതാണ്. അല്ല, അതൊക്കെ സുതാര്യമായിട്ട് ഞാൻ പറയുന്നത് എന്ത് വേണമെങ്കിൽ അന്വേഷിക്കൂ. ഞാൻ പറയുന്നത് അല്ല, പിന്നെ നിങ്ങൾ എന്താണ് പറയുന്നത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തന്ത്രിയെ പിടിച്ചല്ലോ, ഒരു കാര്യം ഇപ്പൊ തന്ത്രിയെ പിടിച്ചല്ലോ, അദ്ദേഹം പറയുന്നത് ഇതെല്ലാം പറഞ്ഞത് ശ്രീ കടകംപള്ളി സാറിന്റെ മന്ത്രിയായിരുന്നപ്പോഴെന്ന് പറഞ്ഞാൽ പറയട്ടെ. അങ്ങനെ മൊഴി ഇല്ലല്ലോ, അതുകൊണ്ടല്ലോ കേസ് പിടിച്ചതല്ലേ ഉള്ളൂ. നാളെയൊക്കെ ചോദ്യം ചെയ്യാനായിട്ട് ഇപ്പൊ പോകുന്നതല്ലേ. ശരി, ഓക്കെ, അപ്പൊ നമുക്ക് അപ്പൊ ചർച്ച ഇപ്പൊ ഇല്ലല്ലോ. ശ്രീ സാദിഖ്, ഈ ഇത്തരത്തിലുള്ള ഈ വാദമുഖങ്ങളെ എങ്ങനെ നമുക്ക് പറയാൻ കഴിയും? അല്ല, അത് ഈ സ്വന്തം പാർട്ടി ഭരിക്കുമ്പോൾ എവിടെയെങ്കിലും ഏതെങ്കിലും വകുപ്പുകളിൽ എന്തെങ്കിലും ഉണ്ടായാൽ ഉദ്യോഗസ്ഥരുടെ മാത്രം കുഴപ്പവും കുറ്റവുമാണ്, ഞങ്ങൾക്കൊരു ഉത്തരവാദിത്വമില്ല. മറിച്ച് ഭരിക്കുന്നത് കോൺഗ്രസ് ആണെങ്കിൽ അതിൻ്റെ 7 അയലത്ത് പോലും ചെല്ലണ്ട, രാജിവെക്കണമെന്ന് പറയും. ഒരു കോളേജ് വിദ്യാർത്ഥിയെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്തോ ഉരുട്ടി മർദ്ദിച്ചു, മരണപ്പെട്ടു. രാജിവെക്കേണ്ടത് ആഭ്യന്തര മന്ത്രിയാണ്. അപ്പോൾ പോലീസുകാരൻ്റെ കയ്യബദ്ധമാണെന്ന് പറഞ്ഞാലും അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, രാജിവെച്ചേ പറ്റും. ഇവിടെ കിലോ കണക്കിന് സ്വർണം പോകുമ്പോൾ പറയുകയാണ് ഗവൺമെന്റിന് എന്താ ഒരു പങ്കുമില്ല, മന്ത്രിക്ക് എന്താ ഒരു പങ്കുമില്ല, ഒന്നും അറിയുന്നില്ല. എന്നാൽ പിന്നെ ഈ ദേവസ്വം മന്ത്രി എന്നുള്ള ഒരു വകുപ്പ് ഇത് മുൻകാല പ്രാബല്യം പറ്റില്ല. ഇപ്പോൾ ശ്രീ വാസവന്റെ കയ്യെന്ന് ഇനി മുതൽ ദേവസ്വത്തിന് ഒരു മന്ത്രി വേണ്ട, ആ വകുപ്പ് അങ്ങ് എടുത്ത് കള. അതുപോലെ ദേവസ്വം ബോർഡിന് ഒരു പ്രസിഡന്റ് ഉണ്ടല്ലോ, ആ ജയകുമാർ സാറിനെ തിരിച്ചു വിളിച്ച് അദ്ദേഹം ഈ വയസ്സാം കാലത്ത് അവിടെ ചെന്ന് ഇതിൻ്റെയൊക്കെ അദ്ദേഹത്തിന് സത്യം പറഞ്ഞാൽ
അദ്ദേഹം ഒരു നല്ല മനുഷ്യനായതുകൊണ്ടാണ് ഈ സന്ദർഭത്തിൽ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തത്. വേറെ ആരാണെങ്കിലും ഈ തല കൊണ്ടുവച്ച് കൊടുക്കുകയില്ല. അദ്ദേഹത്തിനെ തിരിച്ചു വിളിച്ചിട്ട് ദേവസ്വത്തിന് ഒരു ചെയർമാനും ദേവസ്വത്തിന് ഒരു പ്രസിഡന്റും 2 അംഗങ്ങളും വേണ്ട, ആരെങ്കിലും ഒരു തന്ത്രിയും 5-6 ഓഫീസറോ മാത്രം മതി. ഇപ്പൊ ഇവിടെ പാർട്ടിക്കൊന്നും ഒരു പങ്കുമില്ലെന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ആദ്യത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ ശബരിമലയിൽ ആദ്യമായി പടി ചവിട്ടി കയറിയത് 2007 സഖാവ് VS അച്യുതാനന്ദൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ്. അപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റി ആ അർത്ഥത്തിൽ സാറേ ഈ ഡൽഹിയിൽ അവിടെ പോയി സോണിയാഗാന്ധി എന്ന് പറയുന്ന ആ വ്യക്തിയുടെ അടുത്ത് നിന്നാൽ അവരെ ചോദ്യം ചെയ്യണമെന്ന് പറയുന്ന ഒരു വിവരം പോലും ഇല്ലാത്തെന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ പാടില്ല. എന്തായാലും അവിവേകമാണ് ആ പറഞ്ഞത്. അവരെ ചോദ്യം ചെയ്യണമെന്ന് പറഞ്ഞ കേരളത്തിന്റെ ഒരു മന്ത്രിയാ. അത് പാടില്ല, അത്തരം പ്രസ്താവനകൾ പാടില്ല എന്ന് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പറഞ്ഞിട്ട് സഖാവ് MA ബേബിയെ സപ്പോർട്ട് ചെയ്യാൻ ഈ കേരളത്തിലും അഖിലേന്ത്യാ തലത്തിലും ഒരാളുമില്ല. അല്ല, അത് പൊതുവെ ഇപ്പൊ MA ബേബിയുടെ അവസ്ഥ വളരെ ആണല്ലോ. AKG സെന്ററിന്റെ കെട്ടിട ഉദ്ഘാടനം നടന്നപ്പോൾ 4-ാം നിരയിൽ കാഴ്ചക്കാരനെ പോലെ നിൽക്കേണ്ടി വന്നു. പക്ഷെ അദ്ദേഹത്തിന് അതൊരു വിഷയമല്ല. ഈ അഭിമാനം എന്ന് പറയുന്ന ഒരെണ്ണം ഇല്ലാതെ പോയി കഴിഞ്ഞാൽ, അധികാരം മാത്രം മതി എന്നൊരാൾ വിചാരിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അത് മന്നത്ത് പത്മനാഭന്റെ പ്രസിദ്ധമായ പഴയ ഒരു ചൊല്ലുണ്ട്. അത് ഞാൻ പക്ഷേ ഇപ്പോൾ ഇവിടെ പറയുന്നില്ല, കാരണം അത് മതപരമായിട്ടും കൂടി എല്ലാവരെയും ബാധിക്കുന്ന വിഷയമാണ്. എന്തായാലും എൻ്റെ നോട്ടം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്പോൺസർ, അത് കഴിഞ്ഞ് നമ്മളുടെ മുരാരി ബാബു, സുധീഷ് കുമാർ, KS ബൈജു, ശ്രീകുമാർ, 4 ഉദ്യോഗസ്ഥർ, CPM-ന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ, അത് കഴിഞ്ഞ് വാസു, CPM-ന്റെ പഴയ പഞ്ചായത്ത് കുളക്കടയിലെ 2 തവണത്തെ പഞ്ചായത്ത് പ്രസിഡന്റ്, അത് കഴിഞ്ഞിട്ട് പത്മകുമാർ, CPM-ന്റെ MLA, ഇപ്പോഴും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം. ഈ ചെയിൻ മുഴുവൻ ഈ നാട്ടിലുള്ള കള്ളന്മാരെല്ലാം കൂടെ ഒരു പാർട്ടിയിൽ ചെന്ന് ചേർന്നാൽ ആർക്ക് രക്ഷപ്പെടുത്താൻ കഴിയും? ആ ചെയിനിനകത്തെങ്ങും വേറെ ആരുമില്ലല്ലോ. അത് വരുത്തില്ല. കാരണം ഈ പാർട്ടിയുമായും ഈ ഗവൺമെൻറ്റുമായും ഈ മുന്നണിയുമായിട്ടും പിന്നെ ആത്മബന്ധവും അടിമത്തവും ഒന്നും ഇല്ലാത്ത ആരെങ്കിലും ഈ ചെയിനിലുണ്ടെങ്കിൽ ഇത് അടിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ ആത്മചൈതന്യമുള്ള അയ്യപ്പൻ്റെ സ്വർണവും സ്വർണ്ണപ്പാളിയും യോഗദണ്ഡും രുദ്രാക്ഷമാലയും അഷ്ടദിക്പാലകരുടെയും പ്രഭാമണ്ഡലവും ഒന്നും പുറത്തു കൊണ്ടുപോകാൻ പറ്റില്ല. ദിവ്യ ചൈതന്യമുണ്ട്. അതുകൊണ്ട് ആദ്യം അവിടുത്തെ ദിവ്യ ചൈതന്യം ഇല്ലാതാക്കണമായിരുന്നു. അത് 2018 ഡിസംബർ മാസത്തിൽ അവിടെ രഹന ഫാത്തിമയെയും ബിന്ദു അമ്മിണിയെയും കനകദുർഗയെയും ഒക്കെ കയറ്റി ആ ആത്മചൈതന്യം അവിടെ ഇല്ലാതാക്കി. അപ്പോൾ ആത്മചൈതന്യം പോയപ്പോൾ ആ ശക്തി, ഇപ്പം പലരും ചോദിക്കുന്നു അയ്യപ്പന് ശക്തി ഉണ്ടെങ്കിൽ ഇതൊക്കെ നടക്കുമോ എന്ന്. ശരിയാ, അയ്യപ്പന് പണ്ടുണ്ടായിരുന്ന ശക്തി 2018 ഡിസംബറിലോടുകൂടി ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്ത് അവിടെ ശുദ്ധികലശം വരെ നടത്തേണ്ടി വന്നില്ലേ? ഈ തന്ത്രിമാർ തന്നെയല്ലേ അതും ചെയ്തത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു മോഷണം നടത്തണമെന്നുള്ളപ്പോൾ അത് ഒരു പക്ഷേ ഈ കിട്ടിയ സാഹചര്യമാണ് 2018 ഡിസംബർ. പിന്നെ വെള്ളപ്പൊക്കം, ഈ കാറ്റുള്ളപ്പോൾ തൂറ്റുക എന്ന് പറഞ്ഞതുപോലെ പുര കത്തുമ്പോൾ വാഴ വെട്ടുക, കഴുക്കോലൂരുക, ഇങ്ങനെയൊക്കെയുള്ള നല്ല പരിപാടികളുണ്ടല്ലോ. അത് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല സമയമായതുകൊണ്ട് സംഘടിതമായി ആലോചിച്ച് ഈ സമയം കൊണ്ട് അവിടെ സംഘടിതമായി നടത്തിയതാണ്. 2018 മുതൽ പോട്ടെ 2019 മുതൽ ഇതുവരെയുള്ള 3 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെയും ചോദ്യം ചെയ്ത് കഴിഞ്ഞു. 2 പേർ അകത്തായി, 3-ാമത്തെ ആളിനെ ചോദ്യം ചെയ്ത് വെളിയിൽ നിർത്തിയിരിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇപ്രാവശ്യം ഇങ്ങനെ ഈ 2 പേരും അതുപോലെ 2019 ഇത് പുറത്തു കൊണ്ടുപോയി സ്വർണം പൂശി. അവിടെ ഇപ്പോൾ പോറ്റിയിൽ തന്ത്രിയിൽ നമ്മൾക്ക് ഉന്നയിക്കാവുന്നത് ഈ പുറത്ത് കൊണ്ടുപോയി ഇത് ഇങ്ങനെ ചെയ്യാമോ എന്നുള്ളതിന് ആത്മീയമായ ഒരു ഉപദേശം കൊടുക്കേണ്ട ആളാണ് തന്ത്രി. ഗവൺമെൻറ്റിന് അഡ്വക്കേറ്റ് ജനറൽ നിയമോപദേശം കൊടുക്കുന്നത് പോലെ ആ ദേവസ്വം ബോർഡിൻ്റെ ആത്മീയ ഉപദേശം കൊടുക്കേണ്ടുന്ന, പരിഹാരക്രിയ ചെയ്യേണ്ടുന്ന, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾക്കാണ് ഈ തന്ത്രി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നിയമിച്ചിരിക്കുന്നത്. ആ തന്ത്രിയും കൂടി അനുവാദം കൊടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിനകത്തെ ഉത്തരവാദിത്വത്തിൽ നിന്നും ഇവർക്കാർക്കും ഒഴിഞ്ഞു മാറുവാൻ കഴിയുകയില്ല, ഒരിക്കലും കഴിയുകയില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇതിന് CPM മറുപടി പറഞ്ഞേ പറ്റൂ. പക്ഷേ ഇവിടെ ഇപ്പോൾ അവർ വീണ്ടും ഇപ്പോഴും ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ചുകൂടി ഈ വൻ തോക്കിലേക്ക് പോകാനുള്ള സാധ്യതകൾ വല്ലതുമുണ്ടെങ്കിൽ
തടഞ്ഞു നിർത്താൻ പറ്റുമോ എന്നുള്ള ഒരു ശ്രമമാണ് നോക്കുന്നത്. അതെ. ഇവിടെ നമ്മൾക്കിനി ഏറ്റവും പ്രധാനമായി കിട്ടേണ്ട ഒരു സംഗതി ആ VSSEL കൊടുത്ത ആ രാസപരിശോധനയ്ക്ക് കൊടുത്തതിൻ്റെ റിസൾട്ട്, ആ റിസൾട്ട് കിട്ടുമ്പോഴായിരിക്കും ഞെട്ടാൻ പോകുന്നത്. ഒരു പക്ഷേ ഇതൊക്കെ കിട്ടിയാൽ പോലും ഈ പെട്ടെന്ന് നമ്മൾക്ക് അറിയാൻ പറ്റില്ല. ഇപ്പോൾ ഈ തന്ത്രി അറസ്റ്റിലായി, ജയിലിലായി. പക്ഷേ ഈ ജയിലിലാകും എന്നുള്ളത് കുറച്ച് മുമ്പ് തന്നെ SITക്ക് അറിയാം. പക്ഷേ നമ്മൾക്കറിയണമെങ്കിൽ അകത്താവണം. ഈ നമ്മൾ പറയാറുണ്ട് ഇടിയും മിന്നലും കൂടെ ഒന്നിച്ചാണ് സംഭവിക്കുന്നത്. പക്ഷേ ഈ മിന്നൽ ആദ്യം കാണാം, കുറേ സമയം കഴിഞ്ഞ് ഇടി ഇങ്ങ് വരൂ എന്ന് പറയുന്ന കണക്ക് ഈ അന്വേഷണ സംഘത്തിൻ്റെ കയ്യിൽ ഇതിൻ്റെ മുഴുവൻ കൃത്യമായ മന്ത്രിയുടെയും മന്ത്രിക്ക് മുകളിൽ ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ എല്ലാം ഇടപാടുകൾ സംബന്ധിച്ചിട്ടുള്ള തെളിവുകൾ അവരുടെ കൈകളിൽ ഉണ്ട്. പക്ഷേ ED ഇതിപ്പോൾ ഈ പറഞ്ഞതുപോലെയാണ്, ഏത് കേസ് വിജയിക്കണമെങ്കിലും തൊണ്ടി മുതൽ വേണമല്ലോ. ആ തൊണ്ടി മുതൽ 96 എന്തോ നടന്ന ഒരു സംഭവത്തിൻ്റെ ഒരു തൊണ്ടി മുതൽ ഇപ്പോൾ അതിനകത്ത് എത്ര വർഷം കഴിഞ്ഞിട്ടായാലും പഴയ ഒരു മന്ത്രി വെളിയിൽ പോയില്ലേ, ആന്റണി രാജു. അപ്പോൾ ആ അടിവസ്ത്രം പോലും വെട്ടി ചെറുതാക്കി വിദേശിയെ പോലും പുറത്തുവിടാൻ സഹായിച്ച ആളിനെ VS അച്യുതാനന്ദൻ MLA ആയി മത്സരിക്കാൻ പോലും അനുവദിക്കരുതെന്ന് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം പറഞ്ഞ അദ്ദേഹത്തെ പോലും വെട്ടിനിർത്തിക്കൊണ്ട് അദ്ദേഹത്തെ 2.5 വർഷം മന്ത്രിയാക്കിയതിൽ അഭിമാനിക്കുന്ന ഒരു മുന്നണി കേരളം ഭരിക്കുമ്പോൾ ഈ തന്ത്രിമാർക്ക് ധൈര്യമുണ്ടാകും. കാരണം ഈ സംഭവങ്ങളൊക്കെ അവരും കാണുന്നവരും കേൾക്കുന്നവരുമല്ലേ. ആ വൃത്തികേട് കാണിച്ച ആളിനെ പോലും മന്ത്രിസ്ഥാനത്തിരിക്കുന്ന പോലെ ഈ തന്ത്രിക്കും നല്ല ഒരു ഏതെങ്കിലും ഓഫർ കൊടുത്ത് കാണും. ധൈര്യമായിട്ടിരുന്നോ, ആന്റണി രാജുവിനെ സഹായിച്ചതുപോലെ നിങ്ങളെയും ഞങ്ങൾ സഹായിച്ചോളാം എന്നൊക്കെയുള്ള വാഗ്ദാനങ്ങൾ കിട്ടിയിട്ടുണ്ടാകാം. എന്തായാലും അയ്യപ്പൻ്റെ പഴയ ആ ചൈതന്യം, ആത്മചൈതന്യം തിരികെ കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ നടത്തിയ ഈ ഗവൺമെൻറ്റിൻ്റെ തുടർ ഭരണത്തിൽ അവിടെ നടത്തിയ ഇതിൻ്റെ മുഴുവൻ വ്യക്തികളും ജയിലിലാകുക തന്നെ വേണം. അതാകുക തന്നെ ചെയ്യും. വലിയ സമയമൊന്നും വേണ്ടി വരികയില്ല. ശ്രീ ബാബു ദിവാരൻ, ഇവിടെ ഇപ്പോൾ സതീഷ് വസന്ത് പറഞ്ഞത് ഈ മന്ത്രിക്ക് ഇതൊന്നും അറിയണമെന്നില്ല, താങ്കളൊരു മുൻ മന്ത്രി കൂടിയാണ്. അപ്പോൾ ഇത്രയധികം വലിയ സ്വർണം അവിടെ നിന്ന് പോകുമ്പോഴും അല്ലെങ്കിൽ ഇത് ക്രയമാറ്റങ്ങൾ നടത്തുന്ന സന്ദർഭത്തിലുമൊന്നും മന്ത്രി അറിയണമെന്നില്ല എന്നുള്ള അത്തരത്തിലുള്ള ബാലിശമായ ഒരു പരാമർശത്തെ എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുന്നത്? അത് CPM എപ്പോഴും പറയുന്നത് എങ്ങനെയാണ്, അവർ പ്രതിപക്ഷത്തായിരിക്കുമ്പം ഏതെങ്കിലും ഒരു മന്ത്രിയുടെ കീഴിലാണ് ഇത് നടന്നതെങ്കിൽ ഇവരെന്തായിരുന്നേനെ ഇവിടെ പുകില എന്തായിരുന്നേനെ ഒന്ന് ആലോചിച്ച് നോക്കി, എന്തൊക്കെ ഇവിടെ നടന്നേനെ. ഇപ്പം അവർ ഭരണത്തിലായതുകൊണ്ട് അവർക്കിപ്പോൾ ഒതുങ്ങിക്കൂടുകയല്ല, മാത്രമല്ല അതിൽ നിന്ന് എത്ര പേരെ രക്ഷിച്ചെടുക്കാൻ പറ്റുമെന്നുള്ള ശ്രമത്തിലാണ് അവർ നടന്നത്. പക്ഷെ ഞാനിതിനെ കാണുന്നത്, ഇപ്പം ഈ തന്ത്രികൾ കൂടി അറസ്റ്റിലായി, ഞാൻ ആദ്യം പറഞ്ഞല്ലോ തന്ത്രികൾ ആദ്യമേ അറസ്റ്റിലാവേണ്ട ആളാണ്, അത് നീട്ടിക്കൊണ്ടു പോയതാണ്. എന്നുവെച്ചാൽ തന്ത്രികൾ ഇനി എന്തെല്ലാം വിളിച്ചു പറയുന്നു എന്നുള്ളതിനെ കുറിച്ച് അവർക്ക് ആകെ എല്ലാവരും, പത്മകുമാറിനെ തന്നെ പുറത്താക്കാത്തതിൻ്റെ കാരണം എന്താ, പത്മകുമാർ ഉള്ള കാര്യങ്ങളെല്ലാം കൂടെ വിളിച്ചു പറഞ്ഞാൽ ഉണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ചുള്ള ഭയമാണ് ഇപ്പോഴും അവരെ പുറത്താക്കാത്തതും ആ നടപടിയെടുക്കാതെ. ഞാൻ പക്ഷേ ഇതിനെ കാണുന്നത് ഇത് വളരെ വ്യാപകമായൊരു കൊള്ളയാണ് നടന്നിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ മുമ്പേ എൻ്റെ സുഹൃത്ത് പറഞ്ഞതുപോലെ ഏതെങ്കിലും കുറച്ച് സ്വർണത്തിൻ്റെ കുറവുണ്ടാക്കി അതിൽ മാറ്റിയ പാളികൾ മാറ്റിയതിലും വരുന്ന ഒരു ചെറിയ ആ തൊണ്ടി സാധനം കണ്ടുപിടിച്ച് ശബരിമലയുടെ സ്വത്ത് തിരിച്ചു കിട്ടിക്കഴിഞ്ഞാൽ തീരുന്ന കേസല്ല ഇത്. അങ്ങനെ തീരാൻ ഒക്കുന്ന കേസല്ല ഇത്. ഇതിനേക്കാൾ വ്യാപകമായ ഈ കഴിഞ്ഞ ഇത്രയും വർഷങ്ങളിലായി എന്തെല്ലാം അവിടുന്ന് മോഷണം പോയി എന്നുള്ളതിനെ കുറിച്ച് ഇപ്പം ഈ SIT അന്വേഷിക്കുന്ന ഈ സ്വർണ്ണക്കൊള്ള മാത്രമല്ല, എത്രയോ വിഗ്രഹങ്ങൾ, എത്രയോ മറ്റു സാധനങ്ങൾ, എത്രയോ വിലപിടിപ്പുള്ള ആൻറ്റീക് വാല്യൂവിലും ഇതിനേക്കാളൊക്കെ എത്രയോ വലിയ സംഭവങ്ങൾ അവിടുന്ന് ഇപ്പം ശബരിമലയിൽ നിന്ന് മാത്രമല്ല വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നായി കാണാതായിട്ടുണ്ട്. അത് വിശ്വാസികളല്ലാത്തവർ ഭരണത്തിൽ വന്നാൽ ഉണ്ടാകാവുന്ന പ്രത്യാഘാതമാണിത്. വിശ്വാസികളല്ലെങ്കിൽ എന്തിന് ക്ഷേത്ര ഭരണത്തിന് പോകണം? നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ എന്തിന് ക്ഷേത്രത്തിൽ പോകണം? അവിടെ പോയി പിന്നെ പോറ്റി കൊടുക്കുന്ന തീർത്ഥം വാങ്ങിച്ച് സൈഡിലോട്ട് ഒഴുകി തലയിൽ തൂക്കുന്ന മന്ത്രിമാർ അല്ലെങ്കിൽ നേതാക്കന്മാർ എന്തിനു പോകണം? അവിടെ ആര് വിളിച്ചു അവരെ? നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ എന്തിന് ക്ഷേത്രത്തിൽ കയറണം? നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ ആദ്യത്തെ അച്യുതാനന്ദ മന്ത്രിസഭയിൽ കടകംപള്ളി അല്ല മറ്റേ പിണറായി സർക്കാർ ദേവസ്വം വകുപ്പ് കൊടുത്തത് വിശ്വാസിയായ മന്ത്രിക്കായിരുന്നല്ലോ, കടന്നപ്പള്ളി രാമേന്ദ്രൻ. കടന്നപ്പള്ളിക്കാണ്. അതെന്തുകൊണ്ടാണ്? കടന്നപ്പള്ളി വിശ്വാസിയായതുകൊണ്ടാണ് അത് കൊടുത്തത്. പക്ഷേ അന്നേരം
അവിടുന്ന് ഈ കൊള്ളയ്ക്ക് അടിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടെന്ന് പറഞ്ഞപ്പം വിശ്വാസമൊക്കെ അവിടെ ഇരിക്കട്ടെ, സംഗതി നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ, എങ്കിലേ ഇതൊക്കെ നടക്കൂ എന്ന് ചിന്തിച്ചാണ് ഈ വകുപ്പൊക്കെ ഏറ്റെടുത്തതും ഈ കൊള്ള മുഴുവൻ വളരെ ആസൂത്രിതമായി നടപ്പാക്കുക. ഇതിൽ നിന്ന് ഒരാൾക്കും രക്ഷപ്പെടാൻ ഒക്കില്ല. ഇപ്പൊ തന്നെ SIT അതിന്റെ പരിമിതികളിൽ നിന്നുകൊണ്ട് അതിന് പരമാവധി ശ്രമിക്കുകയാണ്. ഇതൊന്ന് പൊതിഞ്ഞെടുക്കാൻ ഒക്കോ നോക്കുക. പക്ഷേ ഹൈക്കോടതിയുടെ മുമ്പിൽ ഈ വന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, അത് മാത്രമല്ല സുപ്രീം കോടതി അങ്ങനെ ഒരു കമന്റ് നടത്തുമെങ്കിൽ ഇതിന്റെ എന്തെങ്കിലും തെളിവുകൾ സുപ്രീം കോടതിയുടെ മുമ്പിൽ വന്നതിന് ശേഷമാണല്ലോ. അല്ലെങ്കിൽ സുപ്രീം കോടതി ഒരു ഡിവിഷൻ ബെഞ്ച് നിങ്ങൾ ദൈവത്തെ പോലും വിടില്ലല്ലോ എന്ന് പറയണമെങ്കിൽ ചുമ്മാ അങ്ങ് പറയൂ. അവരുടെ മുമ്പിൽ അതിന് തക്കതായ എന്തെങ്കിലും തെളിവുണ്ടായിട്ടാണ്. പക്ഷെ അങ്ങനെ ആ തെളിവുകളെല്ലാം ഇപ്പോൾ ഒന്നൊന്നായി മറ്റ് മാർഗങ്ങളില്ലാതെ, ഇന്നിപ്പം മറ്റ് നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഇന്ന് പോറ്റി അറസ്റ്റ് ചെയ്യേണ്ടി വന്നത്. ഇനിയിപ്പോൾ ഈ 18-ാം തീയതി കോടതിയിൽ റിപ്പോർട്ട് കൊടുക്കുമ്പോഴത്തേക്ക് എന്തുകൊണ്ട് നിങ്ങൾ ഇവരെ അറസ്റ്റ് ചെയ്തില്ല എന്ന് ചോദിക്കും എന്നുള്ളതുകൊണ്ട് നിവൃത്തിയില്ലാത്ത കേസിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ ഞാൻ പറഞ്ഞപ്പോൾ ED കുറിച്ചും ഒരുപാട് വ്യാപകമായ പരാതികളുള്ളതാണ്. ED ആയാലും CBI ആയാലും. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആകെ ഒരു പ്രതീക്ഷ ഇപ്പം സുപ്രീം കോടതിയുടെ ശ്രദ്ധയിലും ഈ കാര്യങ്ങളൊക്കെ വന്നു എന്നത് മാത്രമാണ് നമുക്ക് ആകെയുള്ളൊരു പ്രതീക്ഷ. സതീഷ് വസന്ത്, ഈ വിജിലൻസ് ഉത്തരവനുസരിച്ചാണ് ശബരിമല കേസ് ED അന്വേഷിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകൾ EDക്ക് കൈമാറാൻ കോടതി നേരത്തെ ഉത്തരവിട്ടിരുന്നു. കള്ളപ്പണം വെളുപ്പിക്കൽ തടയാൻ നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തതോടെ പ്രതികളുടെ സ്വത്തുക്കൾ ED കണ്ടുകെട്ടുന്ന അവസ്ഥയിലേക്ക് എത്തും. അപ്പോഴാണ് ഇനിയിപ്പോൾ പണി പാളാൻ തുടങ്ങുന്നത്. കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി, ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരി, ബെള്ളാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ എന്നിവർ നടത്തിയ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച രേഖകളാണ് ED ആദ്യഘട്ടത്തിൽ പരിശോധിക്കുക. ഇവരെ 3 പേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തതിൽ നിന്നാണ് വളരെ നിർണായകമായ വിവരങ്ങൾ ലഭിച്ചത്. ഈ കൊച്ചി അസിസ്റ്റന്റ് ഡയറക്ടർ രാകേഷ് കുമാറിൻ്റെ മേൽനോട്ടത്തിലാണ് ഈ അന്വേഷണം. അപ്പോൾ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ED അന്വേഷിക്കേണ്ടെന്നുള്ള നിലപാടിലാണ് സർക്കാരും ദേവസ്വം ബോർഡും SIT അടക്കം സ്വീകരിച്ചത്. പക്ഷേ ഇതിപ്പോൾ കൈവിട്ട് പോയിരിക്കുന്ന അവസ്ഥയിലാണ്. ഇനി എങ്ങനെയാണ് നിങ്ങൾക്ക് പ്രതിരോധിക്കാൻ കഴിയുക? അല്ലല്ല, നമ്മൾ പ്രതിരോധിച്ചത് ED എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാലോ, കേന്ദ്ര ഏജൻസികളെല്ലാം അവരെ ശത്രുക്കളെ ആരാണോ അവരെ വെച്ച് മുതലാക്കുക എന്നുള്ളത് അത് എല്ലാവർക്കും നിങ്ങൾ ഞാനൊക്കെ പറ്റും. അങ്ങനെ തൊട്ടടുത്തുള്ള സംസ്ഥാനത്തെ ശിവകുമാരനകത്താക്കി എന്തിനാണ്? അല്ല ഇപ്പം ആന്ധ്രാപ്രദേശിൽ എങ്ങനെയാണ്? അപ്പം എല്ലാ സ്ഥലത്തും ഇതുപോലെ എന്താ വെച്ചാൽ EDയും അതുപോലെ CBI എന്നാലും എല്ലാ കേന്ദ്ര ഏജൻസികളും ഇവരിങ്ങനെ അത് ഒരു കാര്യം. അതിന് കോടതിയിലോ സുപ്രീം കോടതികൾ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങളിങ്ങനെ കേന്ദ്ര ഏജൻസികൾ വെച്ച് മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തലെന്ന്. അത് ഒരു വശം. രണ്ടെന്ന് പറയുന്നത് ഒരു ഏജൻസി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു, അത് SIT ആണ്, അത് കോടതിയുടെ മേൽനോട്ടത്തിലാണ്. ആ മേൽനോട്ടത്തിൽ വഹിക്കുന്ന ഒരു സന്ദർഭത്തിൽ വീണ്ടും ഒരു ഏജൻസി വന്ന് അതിനെ ഒരു കുഴഞ്ഞ സമാധാനത്തിൽ അല്ലെങ്കിൽ ഒരു വേറെ രീതിയിൽ പോകണ്ടെന്നുള്ളത്, ഇപ്പം രണ്ട് രീതിയിൽ പോകണ്ടെന്നുള്ള രീതിയിലാണിക്കും ഗവൺമെൻറ് അത് ഇത് ചെയ്തത്, ഒപ്പോസ് ചെയ്തത്. ആ ഒപ്പോസ് ചെയ്യാമല്ലോ കേന്ദ്ര ഈ ED എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ. പല കേസുകളും ഇവിടെ വന്നിട്ടുണ്ടല്ലോ. ആ കേസുകളെല്ലാം ജനങ്ങള് കേരളീയ പൊതുസമൂഹം വിലയിരുത്തുന്നത് എന്തുവാ? നിങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ജയിലിൽ കിടക്കുന്നു. നിങ്ങളുടെ ഞാൻ പറഞ്ഞു നിങ്ങൾ പ്രധാനപ്പെട്ട നേതാക്കൾ തന്ത്രി നമ്മളെ മുൻ MLA പ്രധാനപ്പെട്ട വ്യക്തിയുമായ പിന്നെ വാസു എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് CPM-നെ നിയന്ത്രിച്ചിരുന്ന വ്യക്തിത്വമാണ്. നിയന്ത്രിച്ചെന്ന് വെച്ചാൽ സംസ്ഥാന സെക്രട്ടറി, അഖിലേന്ത്യാ സെക്രട്ടറി ഇപ്പോഴത്തെ അഖിലേന്ത്യാ സെക്രട്ടറി പോലെ അല്ല. അല്ല ഞാൻ പറഞ്ഞു പിന്നെ നിങ്ങൾ വാസുവിനെ എവിടെയെന്ന് പറയുന്നത്. ഏതായാലും ഞാൻ പറഞ്ഞു ഈ പറഞ്ഞതുപോലെ ഇതൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അല്ല ഞാൻ പറഞ്ഞത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലേ ഈ CPM-നെ ഭരിച്ചോണ്ടിരുന്നതൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. ഞാൻ എല്ലാ മന്ത്രിമാരും അന്ന് ഗുരുദാസ മന്ത്രിയുടെ PS ആയിരുന്നു, അത്രേ ഉള്ളൂ. അല്ല വേറെ ആരാണ് പറഞ്ഞത്? അല്ല CPM-ന്റെ 9 സ്രാവാണ്. നിങ്ങൾ എല്ലാവരും പറയും ഉണ്ണികൃഷ്ണൻ പോറ്റി 9 സ്രാവല്ലേ, മുരാരി ബാബു ഭയങ്കര ഇതല്ലേ. അപ്പൊ നിങ്ങൾ പറഞ്ഞതുപോലെ കൊള്ളയിലൂടെ വലിയ ആൾക്കാരായവരാണ്. അല്ല ഞാൻ പറഞ്ഞില്ല ബിനു, നമ്മൾ എപ്പോഴും ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു ശക്തൻ കൂടി അറസ്റ്റിലായെന്നല്ലേ അന്ന് വാർത്തകൾ വന്നു. അല്ല ഞാൻ പറഞ്ഞിട്ട് ഇപ്പൊ ശക്തൻ എന്ന് വെച്ചാൽ എന്താണ്? ശക്തൻ എന്ന് വെച്ചാൽ മുഖ്യമന്ത്രി നിങ്ങൾ പറഞ്ഞ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയാണോ ജില്ലാ സെക്രട്ടറിയാണോ? ഒന്നുമല്ലല്ലോ. ഞാൻ ഇത് പറയുന്നത് ഇത് നിങ്ങൾ പറയുന്നത് 100% ശബരിമല ശാസ്താവിൻ്റെ സ്വർണം അടിച്ചുകൊണ്ട് പോയ സാധനങ്ങൾ നമുക്ക് തിരിച്ചു കിട്ടിയിരിക്കണം. അത് ഈ സർക്കാരിൻ്റെ നയമാണെന്നേ, ആ സർക്കാരിൻ്റെ ആവശ്യമാണ്.
ഈ CPM സർക്കാരിന്റെ ആവശ്യമാണ്. കാരണം അല്ലെങ്കിൽ ജനങ്ങളെ വോട്ട് ചെയ്ത് മൊത്തത്തില് ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ഓടേണ്ടി വരും. 100 കിലോമീറ്റർ സ്പീഡിൽ 100-110 എന്നൊക്കെ പറയുന്ന ഈ ഇലക്ഷൻ കഴിയുമ്പോൾ ഓടുന്നതിനെ കുറിച്ചുള്ള കിലോമീറ്ററിന്റെ സ്പീഡാണ് ഈ ഉദ്ദേശിച്ചത്. പ്രതിപക്ഷവും മാധ്യമങ്ങളൊക്കെ ചേർന്ന് നിങ്ങളൊരു നെഗറ്റീവൊക്കെ സൃഷ്ടിച്ച് നിങ്ങൾ കൊണ്ടുപോട്ടെ പൊയ്ക്കോളൂ, അതൊന്നും സംശയമില്ല. പക്ഷേ CPM-നെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഇത് ആരാണ് അതിൻ്റെ ഇതിൻ്റെ ഗൂഢനീക്കങ്ങൾ, അല്ലെങ്കിൽ ആരാണിത് നിയന്ത്രിച്ചത്, ആരാണ് എവിടെ കൊണ്ടുപോയത്? ശബരിമല ശാസ്താവിൻ്റെ സ്വർണം ഇവിടെ നമുക്ക് തിരിച്ചു കിട്ടണം. ഇപ്പം VSSC ഞാൻ ഒരു ചെറിയ ഇടപെടലല്ല. ഈ സ്വർണ്ണപ്പാളികൾ നേരത്തെ സ്വർണം പൂശിയതല്ല, സ്വർണ്ണപ്പാളികളായിരുന്നതിനെ സ്വർണ്ണപ്പാളികൾ എന്നത് വെട്ടി ചെമ്പുപാളികളെന്നാക്കി അത് പുറത്തു കൊണ്ടുപോകണമെന്ന് എഴുതി ചേർത്ത നിങ്ങളുടെ ഉത്തരവാദിത്തമുള്ള നേതാവല്ലേ? അത് ആ ബോർഡിന്റെ തീരുമാനമായി വെട്ടിത്തിരുത്തി എഴുതി. എത്ര ബോധപൂർവമായിട്ട് അന്ന് തന്ത്രിയോടുണ്ട്, ഈ തന്ത്രിക്ക് അറിഞ്ഞോട് ഇത് കൊണ്ടുപോകണം. പാടില്ലല്ലോ, തന്ത്രി ആദ്യ അവസാനം ഇതിന്റെ ഭാഗമാണ്. അതാണ് ഞാൻ ഈ തന്ത്രിയോട് ഉദ്യോഗസ്ഥല്ല, തന്ത്രിയല്ല തീരുമാനിച്ചത് കൊണ്ടുപോകാൻ തീരുമാനിച്ചത് ഈ പത്മകുമാർ എഴുതി കൊടുത്തതൊക്കെ ഇതിനകത്തുള്ളത് ഉദ്യോഗസ്ഥന്മാരും ഇവരെല്ലാം. അതല്ലേ ഞാൻ പറഞ്ഞത്, നമ്മൾ ഗവൺമെന്റ് അല്ലെങ്കിൽ CPM സ്വർണം പൊതിഞ്ഞതാണ് എന്ന് പൂർണ്ണമായി ബോധ്യമുള്ള ആളാണ് അത് വെട്ടി ചെമ്പുവാളികൾ ഇതിന്റെ ഈ കൊള്ളക്ക് കൂട്ടുന്നത്. സാറേ, അതിനാദ്യം നമ്മൾ അനുകൂലിക്കുന്നില്ല. CPM അതുപോലെ ഇടതുപക്ഷ സർക്കാർ അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഇടതുപക്ഷത്തിന് സഹായിച്ച ഒരാളും പാർട്ടിക്ക് ബോധ്യം വന്നില്ലല്ലോ. പത്മകുമാറിനെതിരെ ഒരു നടപടി എടുക്കാൻ നിങ്ങൾ ഇത് പറയുന്നല്ലോ, നടപടി എടുത്തിട്ട് ഞങ്ങൾക്ക് ഇപ്പോഴും ബോധ്യം വന്നിട്ടില്ല. CPM പാർട്ടി ഓഫീസിലാണ് കിടക്കുന്നത്. അദ്ദേഹം കിടക്കുന്നത് ജയിലിലല്ലേ? അത് ജയിലിലാണ്. അല്ല ഞാൻ വേണമെങ്കിൽ പ്രോസിക്യൂഷൻ ആരാണ് വച്ചിരിക്കുന്നത് സാറിന് അറിയാലോ. പ്രത്യേകിച്ച് CPM-ന്റെ ആൾക്കാരായിരിക്കും പ്രോസിക്യൂഷൻ ആയിട്ട് വരുന്നത്. അവിടെ ആരെങ്കിലും നമ്മൾ അനുകൂലിക്കുന്നു, നമ്മൾ ശക്തമായി എതിർക്കയില്ലേ? പത്മകുമാറിനെതിരെ ഒരു നടപടി എടുക്കാത്തത് വളരെ മോശമായി പോയി. ഇപ്പൊ CPM-ന്റെ സെക്രട്ടറിക്ക് അതൊരു ബോധ്യം അത് അവര് എടുക്കാൻ വന്നില്ല. ഇനി എന്ന് വരാനായി എനിക്കിപ്പോഴും ഒരു സംശയം. ഇപ്പൊ ദൈവതുല്യൻ ഒന്ന് വന്നു, ഇനി ശവന്തീനി ആരാണെന്ന് കണ്ടുപിടിക്കാൻ. അല്ല ഏതായിരുന്നാലും വന്നു, ഇനി ശവന്തീനി ആരാണെന്ന്. അതെ, ഏതായാലും AK സാദിഖ് ഈ പറഞ്ഞതുപോലെ ഇതൊക്കെ ഈ വളരെ വലിയ ഈ പറഞ്ഞതുപോലെ സഹസ്ര കോടി ഈ ഇത്തരത്തിലുള്ള കൊള്ളയാണ് നടന്നിട്ടും വളരെ നിസ്സാരമായിട്ട് നടപടിയെടുക്കും. അല്ലെങ്കിൽ ഇത് ഞങ്ങളെല്ലാവരും പുറത്തു കൊണ്ടുവരും, ഞങ്ങൾ ഇവരെല്ലാം അകത്ത് കിടക്കുകയല്ലേ, ആരാണെങ്കിലും ശിക്ഷിക്കപ്പെടും, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും എന്നൊക്കെ പറയുമ്പോൾ ഒരു ജനങ്ങൾക്ക് മുമ്പിൽ ഇനി 2 മാസം കഴിയുമ്പോൾ ചെന്ന് വോട്ട് ചോദിക്കേണ്ടവരാണ്. ഒരു ഉളുപ്പില്ലേ? എന്തൊരു നാണം കെട്ട ഒരു വർത്തമാനങ്ങളാണ് ഇതൊക്കെ. ഇന്നോ നാളെയാണ് ജനസമ്പർക്കത്തിന് പോകാൻ ഇറങ്ങിയിട്ടുള്ളത്. പെണ്ണുങ്ങൾ ചൂടും കൂടെ വെച്ചോണ്ട് ഇരിക്കുന്നതാണെന്നോ ആലോചിച്ചോണ്ട്. ഈ പിന്നെ ഒരുമ്പെട്ടാൽ എന്നൊരു വാക്കുണ്ട്. CPM ഒരുമ്പെട്ടാൽ എന്തും നടക്കും. കാരണം അതിനകത്ത് അത്രമാത്രം അടിമത്തമാണ്. കോൺഗ്രസ് ആണ് എങ്കിൽ ആരെങ്കിലും ഒരാൾ മനസ്സിൽ കാണുന്നതിന് മുമ്പേ അത് ലൈവായിട്ട് ചാനലുകളിൽ വരും. അവിടെ രഹസ്യം എന്ന് പറയുന്ന ഒരു സാധനമേ ഇല്ല. അറിയാതെങ്ങാണ് ഒന്ന് ആത്മകഥം പറഞ്ഞു പോയാൽ പോലും അത് വാർത്തയാണ്. ഇപ്പുറത്തെ മുമ്പിൽ കണ്ടാൽ പോലും പാർട്ടി അച്ചടക്കം, ഇരുമ്പ് മറ, മിണ്ടില്ല. ഈ തന്ത്രി ഈ കാര്യത്തിൽ ഒരു പക്ഷേ തന്ത്രി ഇത് തടയാൻ ശ്രമിച്ചാലും തന്ത്രിക്കറിയാം, തന്ത്രി ഇത് തടയാൻ ശ്രമിച്ചാലും ഒരു പക്ഷേ തന്ത്രിയുടെ റൂമിലെങ്ങാനും കൊണ്ടുവച്ചിട്ട് തന്ത്രിയെ ചിലപ്പോൾ അകത്താക്കും. കാരണം പോലീസ് കയ്യിലുണ്ട്, ആകും. അപ്പൊ ചിലപ്പോൾ തന്ത്രി തന്ത്രപൂർവ്വം അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടായിരിക്കും തന്ത്രിയും കൂടെ കൂട്ടിന്ന് കൊടുത്തത്. എന്നിട്ടിപ്പോൾ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് എന്താണ്? ഇത് കൊണ്ടുപോകുന്നത് തന്ത്രി തടഞ്ഞില്ല. തന്ത്രി എങ്ങനെയാ തടയുന്നത്? ഞാൻ ഒരു ഉദാഹരണം ചോദിക്കട്ടെ. നമ്മുടെ സെക്രട്ടേറിയറ്റിൽ നിന്ന് മുഖ്യമന്ത്രിയുടെയോ മന്ത്രിയുടെയോ സ്റ്റേറ്റ് കാറിനകത്ത് എന്തെങ്കിലും അവിടുത്തെ ഒരു സാധനം ഡിക്കിക്കകത്തോ വല്ലതും വെച്ചിട്ട് കൊണ്ടുവരുമ്പോൾ
ഒരു സെക്യൂരിറ്റിക്കാരൻ കണ്ടിട്ട് സാറേ ഇത് ശരിയല്ല എന്ന് പറഞ്ഞാൽ അവൻ്റെ സ്ഥിതി എന്തായിരിക്കും? ഒന്നുകിൽ അവനെ അത് തടഞ്ഞതിന് പുറത്താക്കും, ഇല്ലെങ്കിൽ അത് തടഞ്ഞില്ല എന്നും പറഞ്ഞു വേണമെങ്കിൽ പുറത്ത് അവൻ്റെ കാര്യം പോക്കാം എങ്ങനെയായാലും. അതുപോലെയാണ് തന്ത്രിയുടെ കാര്യം. തന്ത്രി ഇതിനെ എതിർത്താലും അനുകൂലിച്ചാലും തന്ത്രിയുടെ കാര്യം പിന്നെ ബുദ്ധിമുട്ടില്ല. അപ്പം വിചാരിച്ച കാണും അല്ല എന്താ തന്ത്രിക്ക് ഞാൻ ചോദിക്കട്ടെ. അപ്പൊ ഈ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, ദേവസ്വം ബോർഡ് മന്ത്രി എന്നൊരു സ്ഥാനമില്ല, ഇനി മുതൽ അവിടുത്തെ മുഖ്യ തന്ത്രിയായിരിക്കും മന്ത്രിക്ക് പകരം. ഒരു ഉത്തരം ഇറക്കാവും? തന്റെ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇറക്കണം. അപ്പോൾ പിടിക്കപ്പെടുമ്പോൾ മന്ത്രിക്ക് ഉത്തരവാദിത്തമില്ല, തന്ത്രിക്കാണ്. വേറെ എന്തെങ്കിലും കാര്യം വരുമ്പോൾ തന്ത്രിക്കല്ല മന്ത്രിക്കാണ് ഉത്തരവാദിത്തം. ഈ ഇരട്ടത്താപ്പ് CPM എന്ന് പറഞ്ഞാൽ അതിന്റെ പര്യായം തന്നെ ഇരട്ടത്താപ്പെന്നാണ്. അതായത് ഞങ്ങൾക്ക് ഒരു നിയമം, നിങ്ങൾക്ക് വേറൊരു നിയമം. ഇവിടെ CBI വരുന്നതിനെ എതിർക്കുന്നതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു, സ്വർണ്ണക്കൊള്ള അന്വേഷിക്കാൻ വരുന്നതിനാണ് എതിർക്കുന്നത്. മറ്റൊരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ. ഒരു പാവപ്പെട്ട വിവാഹം പോലും കഴിക്കാത്ത ചെറുപ്പക്കാരൻ മട്ടന്നൂർ ഷുഹൈബ് സ്വന്തം വൃക്ക ഒരു പാവപ്പെട്ട വൃദ്ധയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്ന സമയത്താണ് 52 വെട്ടുവെട്ടി കൊല്ലുന്നത്. ആ കേസ് CBI അന്വേഷിക്കണമെന്ന് പറഞ്ഞ് ആ കുട്ടിയുടെ മാതാപിതാക്കൾ സുപ്രീം കോടതിയിൽ പോയപ്പോൾ കോടിക്കണക്കിന് രൂപ ഖജനാവിൽ നിന്ന് ചെലവാക്കി ഒരു കൊലപാതകം CBI അന്വേഷിക്കരുതെന്ന് പറഞ്ഞ നികൃഷ്ടമായ നടപടിയെടുത്ത പാർട്ടിയുടെ പേരല്ലേ CPM? അതിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ പേരല്ലേ പിണറായി വിജയൻ? എന്നിട്ടും ഉളുപ്പില്ലാതെ ന്യായീകരിക്കുക എന്ന് പറഞ്ഞാൽ പരമ കഷ്ടം എന്നല്ലാതെ എന്താ പറയാവുന്ന? ഹക്സർ ന്യായീകരിച്ച് സഹികെട്ട് ഹക്സർ വെട്ടി തുറന്നു പറഞ്ഞതുപോലെ റെജി ലൂക്കോസ് ഇപ്പൊ അദ്ദേഹത്തിന് പേര് മാറ്റി റെജി യൂദാസ് എന്നാക്കിയിട്ടുണ്ട് അവര്. റെജി യൂദാസ്. അതല്ല നമുക്ക് ബുദ്ധിമുട്ട്, കാരണം ഇപ്പൊ ചർച്ചയ്ക്ക് ആളിനെ കിട്ടാനില്ല, ആളിനെ കിട്ടത്തില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് അത്തരം വാദങ്ങൾ ഉന്നയിക്കുന്ന അന്ന് രാവിലെയും ഒരു സ്വകാര്യ ചാനലിൽ CPM-ന് വേണ്ടി സംസാരിച്ചതിന് ശേഷം ഉച്ചയ്ക്ക് 11 മണിക്കാണ് ഇത്തരത്തിൽ ഇത് പൊന്നാട അണിയിച്ച് സ്വീകരിച്ചത്. അല്ല അവർക്കത് പറ്റും. സതീഷ് വസന്തൊക്കെ ഇനി നാളെ ഏത് പാർട്ടിയിലായിരിക്കും എന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് ഒരുപാട് ആക്രമിക്കാനും തോന്നുന്നില്ല. അദ്ദേഹം അദ്ദേഹം മാതൃപ്രസ്ഥാനത്തിലേക്ക് തിരികെ വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ദ്രവിച്ച ആശയങ്ങൾ എന്നാണ് ഒരു കാര്യം കൂടി, നമ്മളുടെ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാർ പോലും ഇപ്പം റെജി ലൂക്കോസ് പോയതിന് എന്തെങ്കിലും ലക്ഷ്യം കണ്ടേക്കാം. ഉത്തരവാദിത്തപ്പെട്ട നമ്മളുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി PM ശ്രീയുടെ കാര്യത്തിൽ നിലപാട് മാറ്റിക്കഴിഞ്ഞപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ എന്താ, ഞാൻ മാറ്റി. എന്തു മാറ്റി? എൻ്റെ നിലപാട് മാറ്റി. എന്തെളുപ്പത്തിലാണ് PM ശ്രീ മോശമാണെന്ന് പറഞ്ഞ ആള് PM ശ്രീ നല്ലതാണെന്ന് ഇപ്പോൾ പറയുന്നത് എന്താണ് ഈ മാറിയെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ് എൻ്റെ തീരുമാനം മാറ്റി. ആർക്കെന്ത് ചെയ്യാൻ പറ്റും? നിൽക്കുന്ന നിൽപ്പിന് ഇങ്ങനെ കടകം മറിയുക. അത് കടകം മറിയുക എന്ന് പറയുമ്പോൾ നമ്മൾ ആളുകളെ കടകംപള്ളിയാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട. അത് അദ്ദേഹത്തിൻ്റെ പേരുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ആദ്യത്തെ 2-3 അക്ഷരമാണ്. CPM എന്ന് പറഞ്ഞാൽ ആ പാർട്ടിക്ക് ഇങ്ങേയറ്റത്തെ ഒരു പ്രാഥമിക മെമ്പറായാലും അങ്ങേയറ്റത്തെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയാലും സ്വഭാവം ഒന്ന് തന്നെയാണ്. ധാർഷ്ട്യം, ഏത് കാര്യവും ഉത്തരവാദിത്വം ഏറ്റെടുക്കാതിരിക്കുക, എതിർ കക്ഷിയാകുമ്പോൾ എന്തും വിളിച്ചു പറയുക, ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടുക. ഇവിടെ ഈ പാർട്ടിയെക്കുറിച്ച് വലിയ അഭിമാനം കൊള്ളുന്നവരുണ്ടല്ലോ. കഴിഞ്ഞ 10 വർഷമായി തുടർച്ചയായി 2 തവണയും ഇവിടെ ഭരിച്ചിട്ട് ഇത്രയും വലിയ ദയനീയമായ പരാജയം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വന്നിട്ടും ഇപ്പോഴും പറയുന്നത് എന്താ? ഭരണവിരുദ്ധ തരംഗമില്ല. അപ്പം പിന്നെ എങ്ങനെയാ തോറ്റത്? എല്ലായിടത്തും തോറ്റു. അപ്പൊ അതുകൊണ്ട് ഒന്നും അംഗീകരിക്കില്ല. വേറെ ചില സംഭവങ്ങളും CPM-ൽ ഉണ്ടാവുന്നുണ്ട്. അതായത് ശിവൻകുട്ടി പറയുന്നത് ഞാൻ ഇനി നിയമത്തിൽ മത്സരിക്കുന്നില്ല. പിന്നെ രാജു അബ്രഹാം അവിടുത്തെ പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥികളെല്ലാം അങ്ങ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. MM മണി കഴിഞ്ഞ ദിവസം പറയുന്നു 2 ടേമിന് ഇളവുണ്ട്, അതുകൊണ്ട് ഞാനിനി നിൽക്കുന്നു. ഇത് CPM-ൽ കേട്ടുകേൾവി പോലും ഇല്ലാത്തതാണ്. സ്വയം പ്രഖ്യാപിതമായ സ്ഥാനാർത്ഥിത്വവും അല്ലെങ്കിൽ നിൽക്കുന്നില്ല എന്ന് പറയുന്നതൊക്കെ എന്തൊക്കെയോ രോഗം ബാധിച്ച അവസ്ഥയിലാണ് ഇപ്പോൾ. അത് കൃത്യമായിട്ട് നമ്മളുടെ മുൻ MLA പെരുപ്പങ്കോട് മുരളി അദ്ദേഹത്തിൻ്റെ ആത്മകഥയിലും നമ്മൾക്ക് ജയ്ഹിന്ദിന് തന്ന ഒരു ചാനൽ ഒരു ഇൻ്റർവ്യൂയിലുമൊക്കെ അത് പച്ചയായി പറഞ്ഞില്ലേ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM പഴയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല, അതിൻ്റെ പ്രത്യയശാസ്ത്രമൊക്കെ പണയം വെച്ചു. ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ AKG സെൻറ്റർ പോലും AK ഗോപാലൻ്റെ പേരിൽ ശ്രീ AK ആൻ്റണി 15 സെൻറ്റ് അറിഞ്ഞ് ദാനം ചെയ്ത മാവേലി 3 ചുവട് കൊടുത്തതുപോലെ
15 സെൻറ്റ് കൊടുത്തത് ഇപ്പോൾ അളക്കാൻ ചെന്നാൽ എത്ര സെൻറ്റുണ്ട്? അത് കയ്യേറിയിട്ട് അവിടെ പഠനത്തിന് പകരം രാഷ്ട്രീയ എതിരാളികളെ എങ്ങനെ നിഗ്രഹിക്കാം, BJPയുമായി എങ്ങനെ പാലം പണിയാം, ആ പാലത്തിലൂടെയല്ലേ ഇപ്പോൾ 3-4 പേരങ്ങ് അപ്പുറത്ത് പോയത്. ഒരു VR രാമകൃഷ്ണൻ, നമ്മളുടെ റജി, ഇനി ആരെല്ലാം പോവാൻ ഇങ്ങനെ ക്യൂവിൽ ചെസ്റ്റ് നമ്പർ ഇട്ട് നിൽക്കുകയാണ്. അപ്പൊ ഇവരുടെ എല്ലാം ലക്ഷ്യം ഒന്നേ ഉള്ളൂ, കോൺഗ്രസ് മുക്ത ഭാരതം മോഡിക്ക്, BJPക്ക്, കോൺഗ്രസ് മുക്ത കേരളം പിണറായിക്ക്. കേന്ദ്രത്തിൽ BJPക്ക് ഭരിക്കാൻ കേരളം കിട്ടില്ല, CPMന് കേരളം കിട്ടും, കേന്ദ്രം കിട്ടുകയില്ല. അതുകൊണ്ട് നമ്മൾക്ക് 2 പേർക്കും കൂടെ ചേർന്ന് കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ ഇല്ലാതാക്കാമെന്നുള്ള സംഘടിതമായ CJPയാണ്. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരാണ്. നക്കാപ്പിച്ച ഏതെങ്കിലുമൊക്കെ ഇലക്ഷൻ്റെ തൊട്ട് മുന്നേ കൊടുത്താൽ അത് വാങ്ങിക്കൊണ്ട് മാറി വോട്ട് ചെയ്യുന്നവരല്ല എന്ന് ജനം തെളിയിച്ചു. 100 ദിവസം കൂടി കഴിയുമ്പോൾ ഇനി വരാൻ പോകുന്നതിൽ ഈ ശബരിമലയ്ക്കോട് കാണിച്ച 2 തവണ കാണിച്ച 2018 സ്ത്രീ പ്രവേശനം, അത് കഴിഞ്ഞ് നോക്കൂ നമ്മളുടെ ഈ പിന്നെ തന്ത്രി അവിടെ ഉണ്ടായിരുന്നല്ലോ, എവിടെ, ആഗോള അയ്യപ്പ സംഗമത്തിന് മുഖ്യമന്ത്രിയുടെ കാറ്റേറ്റാൽ മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കുന്ന കണക്ക് അവിടെ വെള്ളാപ്പള്ളി ഉണ്ടായിരുന്നു. ആ വെള്ളാപ്പള്ളി കാണിച്ചത് നമ്മൾക്കറിയാം, ഈ തന്ത്രി ഇപ്പോൾ കാണിച്ചത് നമ്മൾക്ക് എന്തറിയാം. അദ്ദേഹത്തിൻ്റെ കൂടെ ആരെങ്കിലും നിന്നാൽ അത് അദ്ദേഹത്തിനും കൂടി, ഈ നിൽക്കുന്നവർക്കൂടെ കിട്ടി. തീർച്ചയായും ഇത്തരത്തിലുള്ള വർഗീയവും അതുപോലെയുള്ള കാര്യങ്ങളും പറയുന്നത് കേരളത്തിലെ ജനങ്ങൾ കടക്കോ പുറത്ത് എന്ന് പറഞ്ഞ് പുറത്താക്കും. അതെ, ശ്രീ ബാബുദിവാരൻ, ഇതിപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇത്രയും സംഭവങ്ങളിലേക്ക് എത്തി നിൽക്കുന്നു. CBI, ED ഇപ്പോൾ തന്ത്രി അകത്താകുന്നു, ഒരുപാട് പേർ ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, 6 ആഴ്ച കൂടി സമയം അനുവദിക്കുന്നു, അന്വേഷണ സംഘം വിപുലീകരിക്കുന്നു, ഒത്തിരി ഡെവലപ്മെൻറ്റ്സ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു നീതിയുക്തമായ അല്ലെങ്കിൽ നിഷ്പക്ഷമായൊരു അന്വേഷണത്തിലൂടെ ഇതിൻ്റെ യഥാർത്ഥ വസ്തുക്കൾ പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കാമോ? എനിക്ക് അതിലൊരു സംശയങ്ങളുണ്ട്. എന്നുവെച്ചാൽ ഈ ഒരു ചെറിയ ഒരു ടീമിനെ കൊണ്ട് ഇത്രയും വിപുലമായ നടന്ന വർഷങ്ങളോളം നടന്ന കൊള്ള, അതിപ്പം ശബരിമലയിൽ മാത്രമല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ ഒരു വ്യാപ്തി വളരെ വലുതാണ്, വലിയ വ്യാപ്തി ഉള്ളതാണ്. എന്നുവെച്ചാൽ ഇവിടുന്ന് ഇപ്പോൾ തൊണ്ടി കണ്ടെടുക്കുക എന്ന് പറഞ്ഞാൽ അസാധ്യമായ കാര്യമാണ്. ഇവിടുന്ന് കൊണ്ടുപോയ യഥാർത്ഥ പാളികളും പിന്നെ ദ്വാരപാലകളുടെ ഇതും മറ്റ് വിഗ്രഹങ്ങളും ഒക്കെ, അതൊക്കെ ഇനി ലോകത്തെ ഏത് രാജ്യത്ത് ആരുടെ കയ്യിലാണെന്ന് ആർക്കറിയാം. അതുകൊണ്ടാണ് ഈ നാഷണൽ ഏജൻസി വേണമെന്ന് നമ്മൾ പറയുന്നത്, അല്ലാതെ ED അല്ലെങ്കിൽ CBIയോടുള്ള വിശ്വാസം കൊണ്ടല്ല. ഇതൊരു ഇൻ്റർനാഷണൽ വാറണ്ടിനുള്ള വലിയൊരു കൊള്ളയാണ്. ഇത് ഈ ഒരു SIT ഇവിടുത്തെ ഈ 4-5 ഉദ്യോഗസ്ഥന്മാർ വിചാരിച്ചുകൊണ്ട് മാത്രം ഇതിനെല്ലാ തെളിവുകളും കണ്ടുപിടിക്കാനൊക്കെ ഇപ്പം എൻ്റെ സുഹൃത്ത് പറഞ്ഞു, അന്തിമമായി ഇതിൻ്റെ സ്വർണം കണ്ടെത്തിയാൽ ഇത് പ്രശ്നം തീരുമെന്നാണല്ലോ പറയുന്നത്. അങ്ങനെയാണോ? തീരില്ല. ഇതിൻ്റെ പിന്നിൽ ഇനിയും വ്യാപകമായ അന്വേഷണം വേണം. ഇപ്പോൾ ഇവരിപ്പോൾ ശ്രമിക്കുന്നത് ഇതൊരു സ്വർണ്ണമോഷണത്തിൻ്റെ അല്ലെങ്കിൽ ആ പാളികൾ ഇളക്കി കൊണ്ടുപോയി തിരിച്ചു. അത് തന്നെ ബേസിക്കായിട്ട് എടുത്തു നോക്കൂ. ഈ തന്ത്രികൾക്കറിയാം ശബരിമലയിൽ നിന്ന് അവിടുത്തെ ഒരു സാധനം പോലും ആ ശബരിമലയുടെ പ്രസിൻസിൽ നിന്ന് വെളിയിൽ കൊണ്ടുപോകാൻ പാടില്ല. അത് അവിടുത്തെ ആചാരമാണ്. അതറിയാവുന്ന തന്ത്രിയും അതറിയാവുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റും അതിൻ്റെ മെമ്പർമാരും ചേർന്ന് ബോർഡ് തീരുമാനമെടുത്ത് ഇത് എത്ര ദിവസമാണ്, 39-ാമത്തെ 49-ാമത്തെ ദിവസമാണ് അവിടെ എത്തിയത്. ഇത് ആര് കൊണ്ടുപോയി, എങ്ങനെ കൊണ്ടുപോയി, ഇതൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കണ്ടേ? ശരിയാണ്. ഇതെല്ലാം ഇവർക്കറിയാം. ഈ കിടക്കുന്നവരെ കൈകാര്യം ചെയ്താൽ മതി. തീർച്ചയായിട്ടും വേണ്ട വിധത്തിലൊന്ന് കൈകാര്യം ചെയ്ത് അതെന്തുകൊണ്ടാണ് പറ്റാച്ചെന്ന് വെച്ചാൽ ഞാൻ അതിലേക്കാണ്. അതെന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഈ SITയിലെ ഉദ്യോഗസ്ഥന്മാർ മുമ്പേ ഇവിടെ പറഞ്ഞതുപോലെ ബോർഡ് മെമ്പർമാരുടെ മക്കൾ അടക്കം അടങ്ങുന്ന ഒരു ടീമാണ് ഇത് അന്വേഷിക്കുന്നത്. സ്വാഭാവികമായും അതിന്റെ പരിമിതികളുണ്ട്. ഇവരെ എല്ലാം ഒന്ന് നേരാവണ്ണം കൈകാര്യം ചെയ്താൽ ഇതെല്ലാം തെളിഞ്ഞു വരും. ഏതായാലും ശബരിമല തന്ത്രി കണ്ഠരര് രാജീവർ അറസ്റ്റിലാകുന്നു. അതോടൊപ്പം തന്നെ SITയുടെ ചോദ്യം ചെയ്യലിന് ഒടുവിലാണ് കസ്റ്റഡിയിലെടുത്തത്. മറ്റൊന്ന് ED കൂടി വിഷയത്തിൽ പിടിമുറുക്കിയിരിക്കുന്നു. ED ഇതുമായി ബന്ധപ്പെട്ട് ED ഇതിലേക്ക് പിടിമുറുക്കുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് കാണാൻ കഴിയും. ഏതായാലും ഈ വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്തത്. ഈ ചർച്ചയിൽ എന്നോടൊപ്പം UDF പ്രതിനിധിയും മുൻ മന്ത്രിയുമായ ബാബു ദിവാകരൻ, അതോടൊപ്പം തന്നെ ഇടത് പ്രതിനിധി സതീഷ് വസന്ത്, രാഷ്ട്രീയ നിരീക്ഷകൻ AK സാദിഖ്, 3 പേർക്ക് നന്ദി. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.